നമസ്കാരം. പടക്കളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം, വികസനം ഇവയെല്ലാം ചർച്ച ചെയ്യുന്ന പടക്കളമാണ് ഈ പ്രചാരണ കാലത്ത് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും തുടർച്ചയായി പ്രേക്ഷകർക്ക് മുൻപിലേക്ക് ഞങ്ങൾ എത്തിച്ചത്. ഇന്ന് മലപ്പുറം ജില്ലയുടെ പൊതു കാഴ്ചപ്പാടുകൾ, സമീപനം, വികസനം, രാഷ്ട്രീയം എല്ലാമാണ് കുറ്റിപ്പുറത്തു നിന്നും പടക്കളത്തിലൂടെ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തുന്നത്. കുറ്റിപ്പുറത്തെ സ്നേഹപൂർവ്വം പടക്കളത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വളരെ സജീവമായി തന്നെ കുറ്റിപ്പുറത്തിൻ്റെ പൗരാവലി പടക്കളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് ഈ പടക്കളത്തിൽ പങ്കുചേരുന്ന മുന്നണി വക്താക്കളെ നമുക്ക് ആദ്യം പരിചയപ്പെടാം. ശ്രീ സലാം വളാഞ്ചേരി, മുസ്ലിം ലീഗ് UDF, ശ്രീ കെ ശ്യാംപ്രസാദ് CPIM LDF, ശ്രീ KT അനിൽകുമാർ BJP NDA. ശ്രീ സലാം, തെരഞ്ഞെടുപ്പ്, വികസനവും രാഷ്ട്രീയവും എല്ലാം കടന്നു വരുന്ന ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും UDF LDF താരതമ്യം ജനങ്ങൾക്ക് മുമ്പിലേക്ക് വന്നാൽ കഴിഞ്ഞൊരു 10 വർഷക്കാലത്തെ വികസനം, അതിൽ തന്നെ ക്ഷേമത്തിന് നൽകിയിട്ടുള്ള ഊന്നൽ, ഇപ്പോൾ ക്ഷേമ പെൻഷൻ 2000-ൽ എത്തി നിൽക്കുന്നു. പുതിയ പെൻഷൻ സ്കീം സ്ത്രീകൾക്കുള്ള 1000 കൂടി ചേർത്താൽ 3000-ആയി. അങ്ങനെ ഒരു സാഹചര്യം. മറ്റ് പല മേഖലകളിലും ആ വർധനവ് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ അഴിമതിയില്ലാത്ത വികസനം, കുറ്റിപ്പുറത്ത് തന്നെയാണ് ഏറ്റവും ഗംഭീരമായി നമ്മൾ ദേശീയപാത വികസനത്തിൻ്റെ കാഴ്ചകൾ, അനുഭവങ്ങൾ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അഴിമതിരഹിതമായ വികസനവും ക്ഷേമവും സാധ്യമാകുമ്പോൾ UDFൻ്റെ അതിനു മുമ്പുണ്ടായിരുന്ന കാലവുമായി ജനങ്ങൾ താരതമ്യം ചെയ്താൽ LDF മെച്ചമാണ്, ഭേദമാണ് എന്ന ഒരു ചിന്താഗതി, ആ താരതമ്യം മലപ്പുറത്തെയും സ്വാധീനിക്കുമോ? കേരളത്തിൽ അഴിമതി ഉണ്ടായിട്ടുണ്ട്. കോവിഡ് കാലത്ത് മനുഷ്യർ മുഴുവൻ ജീവനു വേണ്ടി നെട്ടോട്ടം ഓടിയിരുന്ന കാലത്ത് പോലും, ദുരന്തങ്ങളുടെ മറവിൽ പോലും അഴിമതി നടന്ന നാടിൻ്റെ പേര് കൂടിയാണ് കേരളം. ഈ കഴിഞ്ഞ 10 വർഷത്തിനടുക്ക് ഞാനത് ചോദിക്കാൻ കാര്യം താങ്കളോട് തന്നെയാണ് ചോദിക്കാൻ കാര്യം എന്ന് വെച്ചാൽ, പ്രതിപക്ഷം എന്ന നിലയിൽ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കും, മാധ്യമങ്ങളിൽ വരുന്നതിനെ നിങ്ങൾ ഏറ്റെടുക്കും, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതിനെ മാധ്യമങ്ങൾ ഏറ്റെടുക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു സമൂഹം എങ്ങനെയാണ് അതിനെ ഏറ്റെടുക്കുന്നത്, വിശ്വസിക്കുന്നത്? കോടതികളിൽ പോയാൽ അനുകൂലമായി പ്രതിപക്ഷത്തിന് നേട്ടം ഉണ്ടാകണം, നിങ്ങൾ ഉന്നയിച്ചത് സ്ഥാപിച്ചെടുക്കാൻ കഴിയണം. അങ്ങനെ ആരോപണങ്ങൾ ഈ കാലയളവിൽ കഴിഞ്ഞില്ല എന്നത് വെച്ചാണ് ഞാൻ അങ്ങനെ ഒരു താരതമ്യത്തെക്കുറിച്ച് നോക്കൂ. ഇപ്പോൾ UDFൻ്റെ കാലത്ത് മാഫിയ ഭരണം, കടുംവെട്ട് തീരുമാനം, VM സുധീരനും VD സതീശനും ഒക്കെ ആ കാലത്ത് പറഞ്ഞ അവസാന കാലമൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട്. പറഞ്ഞോളൂ. എന്നിട്ട് എത്ര UDF നേതാക്കളെ നിങ്ങൾ അഴിമതിയുടെ പേരിൽ 10 കൊല്ലമായിട്ട് ഭരണമുണ്ട് നിങ്ങളുടെ കയ്യിൽ. വിജിലൻസ് ഉണ്ട്, പോലീസ് ഉണ്ട്, ആഭ്യന്തരം ഉണ്ട്, എല്ലാ വകുപ്പും നിങ്ങളുടെ കയ്യിലുണ്ട് അല്ലേ? എന്നിട്ട് നേരത്തെ പറഞ്ഞ കടുംപെട്ട്, കൊള്ള എന്നൊക്കെ പറഞ്ഞ് എത്ര പേർ നിങ്ങൾ അഴിമതിക്ക് അകത്താക്കി. UDF ചെയർമാൻ, ക്ഷമിക്കണം, UDF കൺവീനർ ആയിട്ടുള്ള നമ്മളെ കാലം എന്ന് പറഞ്ഞാൽ AI യുഗത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. ജനങ്ങൾ വിലയിരുത്തട്ടെ. നിങ്ങൾ നേരത്തെ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, ഇതിനൊരു താരതമ്യം വേണ്ടത്. തീർച്ചയായിട്ടും ഞങ്ങൾക്കും ജനങ്ങളോട് പറയാനുള്ളത് അതാണ്. താരതമ്യം ചെയ്യുക UDF ഭരണത്തെയും LDF ഭരണത്തെയും. ഇപ്പോൾ നിങ്ങൾ 3000 രൂപയുടെ പെൻഷൻ അല്ലെങ്കിൽ 2000 രൂപയുടെ പെൻഷൻ സ്ത്രീകൾക്ക് 1000 അധികമായി കിട്ടുന്നു എന്നൊക്കെ എന്തൊരു ഔദാര്യം എന്നുള്ള നിലക്കാണ് നിങ്ങൾ സംസാരിക്കുന്നത്. നമുക്ക് അവരുടെ അവകാശമല്ല അത്. നിങ്ങൾ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത് എന്താണ്? ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ 2500 രൂപ പെൻഷനാക്കുമെന്ന് പറഞ്ഞവരാണ് അല്ലേ? നിഷേധിക്കാനാവില്ല. എന്നിട്ടിപ്പോൾ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വരുന്നതിൻ്റെ തൊട്ട് തലേനാൾ നിങ്ങളതൊരു 2000 രൂപയാക്കി മാറ്റുകയാണ്. നോക്കൂ, 2000 രൂപ നിങ്ങൾ കൊടുക്കുന്നു എന്നുള്ളത് നല്ല കാര്യം, ആളുകൾക്കൊക്കെ പണം കിട്ടട്ടെ. പക്ഷേ എങ്ങനെയാണിത് കൊടുക്കുന്നത്? നമ്മൾ പെട്രോൾ അടിക്കുമ്പോൾ ഞങ്ങളുടെ കീശയിൽ നിന്ന് നിങ്ങൾ ഊറ്റുന്നുണ്ട്. ഞങ്ങൾ KSRTC ബസ്സിൽ കയറുമ്പോൾ ആ ടിക്കറ്റ് ഫെയറിൽ നിങ്ങൾ ഈ പെൻഷന് വേണ്ടി ഞങ്ങളുടെ നിന്ന് പണം ഈടാക്കുന്നുണ്ട്. ഞങ്ങളുടെ വൈദ്യുതി ചാർജ് നിങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. നിത്യോപയോഗ സാധനങ്ങളുടെ വില ഒരു കാലത്തും വില കൂടൂല, LDF വന്നാലെന്ന് പത്രപരസ്യം നൽകി അധികാരത്തിൽ വന്നവരല്ലേ? പക്ഷേ എന്താണ് 5 കൊല്ലം മുമ്പുള്ള 1 കിലോ അരിയുടെയും ഇന്നത്തെ 1 കിലോ അരിയുടെയും വില നിങ്ങൾ നോക്കൂ. അപ്പോൾ നിങ്ങൾ 2000 രൂപ കൊടുക്കുന്നു എന്നുള്ളത് വലിയ നേട്ടമായും അത് വാങ്ങുന്നവർ എന്തോ ഔദാര്യം പറ്റുന്നതായും, രൂപയുടെ മൂല്യം തന്നെ കുത്തനെ ഇടിയുന്ന ഒരു കാലത്തും അവസ്ഥയിലുമാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. അതെ, ആ മനുഷ്യരുടെ ജീവിതം അങ്ങേയറ്റം ദുസ്സഹമാണ്. മനുഷ്യർക്ക് ഈ പറഞ്ഞ പോലെ പെൻഷൻ കൊടുത്തും കൊടുക്കേണ്ടത് കൊടുത്തും തന്നെയല്ലേ ആ കാര്യങ്ങൾ. നോക്കൂ, പെൻഷൻ ആരോടാ നിങ്ങൾ പെൻഷനെ കുറിച്ച് പറയുന്നത്? ആരാണ് ഈ വാർദ്ധക്യകാല ക്ഷേമ പെൻഷൻ കേരളത്തിൽ ആരംഭിച്ചതാരാ? 1962 കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ R ശങ്കറാണ് ഇത് ആരംഭിച്ചത്. അപ്പോൾ ആ പെൻഷനെ കുറിച്ചാണ് നിങ്ങൾ ഞങ്ങളോട് പറയുന്നത്, UDFകാരോട് പറയുന്നത്? പെൻഷൻ ആരംഭിച്ചത് UDF ആണ്, അല്ലെങ്കിൽ R ശങ്കർ. സംശയമല്ല, ഇന്നത്തെ കാലത്ത് ഇന്ന് അത് കയ്യിൽ വാങ്ങുന്ന മനുഷ്യർ R ശങ്കറാണിത്, ന്യായമായി അത് വേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ആ ചരിത്രം ശരിയാണെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ. അല്ല, ഞാൻ പറഞ്ഞത് ജനം ഇപ്പോൾ കരുതുന്നത് എന്താണ്? ഞങ്ങളുടെ കയ്യിൽ 2000 രൂപ കിട്ടുന്നു, ഞങ്ങളുടെ വാർദ്ധക്യകാല ജീവിതം മനുഷ്യാന്തസ്സോടെ ജീവിക്കാം, അതിന് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായിയും ആ സർക്കാരും മുൻകൈ എടുക്കുന്നു എന്നത് താങ്കൾ R ശങ്കറിനെ ഉദാഹരിച്ചെങ്കിൽ അതേ സ്വാധീനം ഈ ഭരണത്തിനും, അതാണ് ഞാൻ ചോദിച്ചത്, മലപ്പുറത്തും ഈ സ്വാധീനം ഉണ്ടാവില്ലേ? എൻ്റെ ചോദ്യത്തിലേക്ക് താങ്കൾ കറക്റ്റായി വന്നു. ഇനി കറക്റ്റായിട്ട് പറഞ്ഞ അവസാനിപ്പിക്കാം. ഞാൻ പറയുന്നത് 2000 രൂപ ആളുകൾക്ക് കിട്ടുന്നത്
CPM ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ LDF ഗവൺമെൻറ്റിൻ്റെ ഔദാര്യമല്ല. ഈ സാധു മനുഷ്യർക്ക് 60 വയസ്സ് വരെ ഈ നാടിന് വേണ്ടി ജീവിതം ഹോമിച്ചവരല്ലേ അവർ. നമുക്ക് വേണ്ടി കൃഷിയിടങ്ങളിൽ പണിയെടുത്തവർ, തോട്ടങ്ങളിൽ ജോലി ചെയ്തവർ, റബ്ബർ വെട്ടിയവർ, ആ ആളുകൾക്കാണ് നമ്മൾ പക്ഷേ എത്ര പേരുടെ നോക്കൂ, വീട്ടിലൊരു കാറുണ്ട് എന്നൊരൊറ്റ കാരണത്താൽ എത്ര ആളുകളുടെ പെൻഷൻ നിങ്ങൾ ഇല്ലാതാക്കി. വീട്ടിൽ ഒരു AC ഉണ്ട്, ചിലപ്പോൾ ഒരു വൃദ്ധരായ ആരെങ്കിലും ഉണ്ടാവും രോഗികൾ, അവർക്കൊരു AC വേണ്ടി വരും. ആ ഒരു ഒറ്റ കാരണത്താൽ നിങ്ങൾ ഈ പെൻഷൻ ഒഴിവാക്കിയില്ല. അല്ല, നിങ്ങൾ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് 1000-ൽ ഒരു സ്ക്വയർ ഫീറ്റ് അധികമായാൽ ആളുകൾക്ക് പെൻഷൻ കൂടി. നമുക്ക് വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് 1200 ഉണ്ടെങ്കിൽ മാർക്കറ്റിൽ നിന്ന് അരി വെറുതെ വീട്ടിലേക്ക് വരുമോ? ശരി, ഓക്കെ. അപ്പം നിങ്ങൾ ഈ ആളുകളെ യഥാർത്ഥത്തിൽ വഞ്ചിച്ചിരിക്കുന്നു. പെൻഷന്റെ പേരിൽ ആളുകളെ വലിയ തോതിൽ എന്താ പറയുക, നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ശ്യാം പ്രസാദ്, ഇപ്പോൾ ക്ഷേമ പെൻഷൻ എനിക്കതിലൊരു സംശയമുള്ളത്, അല്ലെങ്കിൽ ഒരു ഫാക്റ്റ് പറയാനുള്ളത്, ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ മറ്റൊരു പെൻഷനും ലഭിക്കാത്ത വയോജനങ്ങൾക്ക് 2000 രൂപയുടെ പെൻഷന് എലിജിബിളായ ഒരു നാട് എന്ന് പറയുന്നൊരു വസ്തുത നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. തീർച്ചയായും അത് അവിടെ നിൽക്കട്ടെ. ഞാൻ ശ്യാം പ്രസാദിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ മലപ്പുറം അടക്കം നമ്മൾ നിന്ന് ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോൾ CPM LDF വളരെ ശക്തമായി തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുന്ന ഒരു വിഷയം, ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെടുത്തി ജമാഅത്തെ ഇസ്ലാമിയുമായി UDF കൂടുതൽ അടുത്ത സഹകരണത്തിൽ, അത് ചിലപ്പോൾ നീക്കുപോക്കാണെന്ന് പറയുന്നു, ധാരണയാണെന്നോ, ആ രഹസ്യം എന്ന് പറയുന്ന കൺസെപ്റ്റിന് അപ്പുറത്തേക്ക് അത് എത്തപ്പെട്ടിരിക്കുന്നു. നാളെ ഒരുപക്ഷെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ കൂടി സ്വീകാര്യമായ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്കൊക്കെ UDF ആലോചിക്കേണ്ടി വന്നേക്കാം. ഇത് നിങ്ങൾ ശക്തമായി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് നിൽക്കുമ്പോൾ തന്നെ ക്ഷേമ പെൻഷൻ, നാടിൻ്റെ മാറ്റം, ഇങ്ങനെയുള്ള ഭരണ മികവ് എന്നതിൽ LDF വിശ്വസിക്കുന്നുണ്ടല്ലോ സ്വാഭാവികമായി. ആ മികവ് മലപ്പുറത്തടക്കം നിങ്ങൾക്ക് സ്വാധീനമാകും, നിങ്ങൾക്ക് നേട്ടമാകും, ജനങ്ങളെ, വോട്ടർമാരെ അത് സ്പർശിക്കും എന്നാണോ വിലയിരുത്തുന്നത്? മലപ്പുറത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ നിന്ന് എന്തു പറയുന്നു? കേരളത്തിലെ ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് കഴിഞ്ഞ 9.5 വർഷക്കാലമായി ഈ നാട്ടിൽ നടപ്പിലാക്കിയ അഴിമതിരഹിതമായ ഭരണത്തെ മുൻനിർത്തി, അതോടൊപ്പം തന്നെ ഈ നാടിനകത്ത് കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, പദ്ധതികൾ, ഈ നാടിൻ്റെ ഒരു മുന്നേറ്റത്തിന് എങ്ങനെയാണ് കഴിഞ്ഞ 9.5 വർഷക്കാലം ഈ ഇടതുപക്ഷ ഗവൺമെൻറ്, പിണറായി സർക്കാർ നേതൃത്വം നൽകിയത് എന്ന് ജനങ്ങളുമായി സംവദിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് തേടുന്നത്. 9.5 വർഷക്കാലത്തെ ഭരണത്തെ സംബന്ധിച്ച് പ്രതിപക്ഷമുയർത്തിയ ആക്ഷേപങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം ഈ നാടിനകത്ത് അവർക്ക് തെളിയിക്കാനോ, കോടതികൾക്ക് മുമ്പിൽ തെളിയിക്കാനോ, പൊതുസമൂഹത്തിന് മുമ്പിൽ അത് തെളിയിക്കാനോ അവർക്ക് സാധിച്ചിട്ടില്ല. അക്ഷരാർത്ഥത്തിൽ അതെല്ലാം പൊള്ളയായ കളവുകളായിരുന്നു എന്ന് ഈ നാടും കോടതിയും നിയമ സംവിധാനവും എല്ലാവരും ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയും അത് ഈ നാട് തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. 9.5 വർഷക്കാലത്തിനുള്ളിൽ നിരവധിയായ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി. അതിലൊന്നാണ് ഈ ക്ഷേമ പ്രവർത്തനങ്ങളിലൊന്നാണ് ഈ വാർദ്ധക്യകാല പെൻഷൻ. 2500 രൂപയാക്കിയില്ല എന്നതാണ് UDFൻ്റെ പ്രതിനിധി പറയുന്നത്. ഇനിയും സമയമുണ്ട്. അല്ല, അങ്ങനെ മാത്രമല്ല, നിങ്ങൾ അത് ഏതാണ്ട് ഒരു ഔദാര്യം ചെയ്യുന്നത് പോലെ അവകാശപ്പെടുന്നു എന്നാണ് UDF. ഇടതുപക്ഷത്തിന്റെ മുദ്രാവാക്യമാണ്, ഞങ്ങളുടെ കാഴ്ചപ്പാടാണ്. ഈ വാർദ്ധക്യകാല പെൻഷനായി കഴിഞ്ഞാലും ക്ഷേമ പെൻഷനായി കഴിഞ്ഞാലും അത് ആരുടെയും ഔദാര്യമല്ല, അത് ഓരോരുത്തരുടെയും അവകാശമാണ് എന്നത് ഇടതുപക്ഷത്തിന്റെ മുദ്രാവാക്യമാണ്, കാഴ്ചപ്പാടാണ്. അത് UDFൻ്റെ നിലപാടിന് വിരുദ്ധമായി UDFൻ്റെ പ്രതിനിധി ഇവിടെ അംഗീകരിച്ചതിൽ അങ്ങേയറ്റം ഞാൻ അങ്ങയെ അഭിനന്ദിക്കുകയാണ്. കാരണം UDFൻ്റെ നേതാക്കൾ ഈ കേരളത്തിൽ ഒന്നടങ്കം പറഞ്ഞ കാര്യം എന്താണ്? ക്ഷേമ പെൻഷൻ അത് കൈക്കൂലിയാണെന്നാണ് പറഞ്ഞത്. ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണ് എന്ന് പറഞ്ഞത് കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് KC വേണുഗോപാലാണ്. UDFൻ്റെ കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞത് എന്താ? ഇത് നീതികേടാണ്. എന്ത്? പ്രകടന പത്രികയിൽ പറഞ്ഞതെല്ലാം നടപ്പിലാക്കുന്ന അതിൻ്റെ ഭാഗമായി 2000 രൂപയാക്കി ക്ഷേമ പെൻഷൻ ഉയർത്തിയത് നീതികേടാണ്. അവരൊന്നും ക്ഷേമ പെൻഷനെ അംഗീകരിക്കുന്നില്ല, ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിനെയും കൃത്യമായി വിതരണം ചെയ്യുന്നതിനെയും അംഗീകരിക്കുന്നില്ല. അതിൽ നിന്നും വിരുദ്ധമായ ഒരു നിലപാട് UDFൻ്റെ പ്രതിനിധി ഇവിടെ പങ്കുവച്ചു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഈ 500 രൂപയുടെ 2-3 നോട്ടുകൾ ഇങ്ങനെ നിവർത്തി പൊടിച്ച് നിൽക്കുന്ന ചിരിക്കുന്ന ഒരു അമ്മയുടെ അല്ലെങ്കിൽ ഉമ്മയുടെ ചിത്രം, എന്താണ് നിങ്ങൾ ആ ചിത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നോക്കൂ, എന്ത് സന്ദേശമാണ് നൽകുന്നത്? നിങ്ങളുടെ ഔദാര്യമല്ല സുഹൃത്തെ അത്. ശരി, ശ്യാമം പറഞ്ഞത് UDFൻ്റെ ഭരണകാലത്ത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്.
UDFന്റെ ഭരണകാലത്ത് ഇങ്ങനെ ക്ഷേമ പെൻഷൻ വാങ്ങി കൈകളിൽ 500ന്റെ നോട്ടുകൾ വാങ്ങി എണ്ണി സന്തോഷത്തോടുകൂടി ചിരിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ബോർഡായി വെക്കാൻ കഴിയാതെ പോയത്? ഞങ്ങളുടെ ലക്ഷ്യം അതായിരുന്നില്ല. ഞങ്ങളുടെ ലക്ഷ്യം അതായിരുന്നില്ല. ഈ മനുഷ്യരുടെ പിന്നെ എങ്ങനെ നാട്ടുകാർ ചിരിക്കുന്ന മുഖവുമായി ക്ഷേമ പെൻഷൻ ഫോട്ടോ എടുത്ത് പ്രദർശിപ്പിക്കലല്ല. ഒരു മനുഷ്യന്റെ ആത്മാഭിമാനത്തല്ലേ അവർ ചോദ്യം ചെയ്യുന്നത്? അവരുടെ ആത്മാഭിമാനം ഉയർത്തിയവരാണ് ഈ കേരളത്തിലെ. മലപ്പുറം ഇതിനെ എങ്ങനെ എടുക്കും? ഈ പ്രവർത്തനങ്ങളെ എങ്ങനെ എടുക്കും? LDF എങ്ങനെയാണ് കരുതുന്നത്? അതായിരുന്നു എന്റെ ചോദ്യം. ഈ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളോട് ഈ മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗും UDFും എടുത്ത സമീപനം എന്നത് അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് എടുത്തത്. ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതാ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന 6 വരി ദേശീയപാതയ്ക്കെതിരെ വെള്ളിയാഴ്ച മുസല്ല വിരിച്ച് ഇവിടെ പിന്നെ നമസ്കാരം നടത്തിയ ലീഗിന്റെ നേതാക്കളുണ്ട് ഈ നാട്ടിൽ. അവരുടെ കൈകളിലേക്ക് 1 കോടിയിൽ പരം രൂപ കൊടുത്ത് KT ജലീൽ MLA നഷ്ടപരിഹാര തുക കൈമാറിക്കൊണ്ട് പറഞ്ഞത് ഈ കേരളത്തിൽ മുഴുവൻ ജനങ്ങളെയും വിശ്വാസത്തിലെടുത്ത് എല്ലാ വികസന പ്രവർത്തനവും ഇടതുപക്ഷം നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചത്. അതാണ് ഈ കാണുന്ന. വരാം അൽകുമാർ, മലപ്പുറവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാര്യം സംസാരിക്കുമ്പോൾ നേരത്തെ ഞാൻ ജമാഅത്തെ ഇസ്ലാമിയെ പരാമർശിച്ച് സംസാരിച്ചു. അതുപോലെ തന്നെ RSS വർഗീയ രാഷ്ട്രീയത്തെ പ്രതിനിധാനം ചെയ്യുന്ന പ്രശ്നങ്ങൾ ഏറ്റവും ശക്തമായി രാജ്യത്ത് തുറന്നുകാട്ടുന്ന സംസ്ഥാനമാണ് കേരളം. അങ്ങനെയുള്ള കേരളത്തിൽ മലപ്പുറത്തെ വോട്ടർമാരോട് BJP NDA എന്താണ് പറയുന്നത്? ഒരു ഭാഗത്ത് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ രാജ്യത്ത് മതപ്രവർത്തനവും മതപ്രബോധനവും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനവും നടത്തിക്കൊണ്ടിരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ വെൽഫെയർ പാർട്ടിയുമായി സഖ്യം ചേർന്നുകൊണ്ട് മുസ്ലിം ലീഗും കോൺഗ്രസും മുന്നോട്ട് പോകും. അല്ല, അത് തന്നെയല്ലേ RSSും പറയുന്നത്. മറുഭാഗത്ത് LDFന്റെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ STPയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇടതുപക്ഷം ഇതുപോലെ മുന്നോട്ട് പോകുന്നു. 100 വർഷം പിന്നിട്ട് RSS എന്താണ് പറയുന്നത്? ഹിന്ദു രാഷ്ട്രം, അതിനുവേണ്ടി ഹിന്ദുത്വത്തെ മുന്നോട്ട് വെക്കുന്ന RSSും ആ സംഘപരിവാറും RSS രാഷ്ട്രീയത്തിൽ ഇടപെടാത്തൊരു സംഘടനയാണ്. പറഞ്ഞത് അതിന്റെ രാഷ്ട്രീയ മുഖമാണ് BJP, ജമാഅത്തെ ഇസ്ലാമി. അവരുടെ രാജനൈതിക രംഗത്ത് പ്രവർത്തിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടി രാജ്യത്ത് മുന്നോട്ട് വെക്കുന്നത് വികസനമാണ്. ആ വികസനത്തിന്റെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുള്ള ഹൈവേയും അതുപോലെ തന്നെ റെയിൽവേയെ കുറിച്ചുമാണ് ഇന്നിവിടെ LDFന്റെ ആളുകൾ പറയാനുള്ളത്. നിങ്ങൾക്ക് UPയിൽ ബീഹാറിൽ നിങ്ങൾക്ക് ഈ മതനിരപേക്ഷ രാജ്യത്ത് നിങ്ങൾക്ക് മുസൽമാന്മാർ നിങ്ങളുടെ അംഗങ്ങളായി നിയമസഭകളിലേക്ക് പോകുന്നുണ്ടോ? അതടക്കം ചോദിക്കുമ്പോൾ എന്താണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത്? രാജീവ് ചന്ദ്രശേഖർ വോട്ട് ചെയ്യാത്തത് കൊണ്ട് മുസ്ലിങ്ങളെ ഞങ്ങൾ കൂടെ കൂട്ടില്ല. നിങ്ങൾ പറയുമ്പോൾ ഈ നിൽക്കുന്ന സലാം സാറിന്റെ മുസ്ലിം ലീഗിനേക്കാൾ കൂടുതൽ MLA-മാരുള്ള പാർട്ടിയാണ് BJP. എവിടെ? ഇന്ത്യയിൽ ആകമാനം MLA-മാരെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ UPയിൽ എത്ര? UP മാത്രമല്ലല്ലോ ഇന്ത്യ. ഞാൻ ഒരു ഉദാഹരണം, നിങ്ങളുടെ ഏറ്റവും വലിയ സംസ്ഥാനമല്ലേ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന UPയിൽ വിധാൻസഭയിലേക്ക് BJP എത്ര മുസ്ലിങ്ങളെയാണ്? മലപ്പുറം ജില്ലയിൽ AP അബ്ദുള്ളക്കുട്ടി അടക്കമുള്ള ആളുകളെ നിർത്തി മത്സരിപ്പിച്ചിരുന്നു. ആ സമയത്ത് ഈ കേരളത്തിൽ വിജയിപ്പിക്കാൻ അദ്ദേഹത്തെ തയ്യാറായിരുന്നെങ്കിൽ അദ്ദേഹം ഇന്ന് മന്ത്രിയാവുമായിരുന്നല്ലോ. ബീഹാറിൽ ഇത്തവണ നിങ്ങൾ മത്സരിപ്പിച്ചതിൽ എത്ര ഹിന്ദുക്കളല്ലാത്തവരുണ്ട്? ഞങ്ങൾ അങ്ങനെ ഹിന്ദു മുസ്ലിം നോക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന ചർച്ചകളും അത് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ നാട്ടിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ നിങ്ങൾ ഇടതും വലതും മുന്നോട്ട് വെക്കുന്നത് സത്യത്തിൽ രാഷ്ട്രീയം വികസന രാഷ്ട്രീയമല്ല, മറിച്ച് വോട്ട് തട്ടാൻ വേണ്ടിയിട്ടുള്ള മതരാഷ്ട്രവാദികളുമായി കൂട്ടിച്ചേർന്നിട്ടുള്ള ഒരു സംവിധാനം മലപ്പുറം ജില്ലയിൽ പോകുന്നത്. ശരി, നിങ്ങളുടെ കൂടി അവസരത്തിലേക്ക് വരാം. LDFന്റെ പ്രതിനിധി നാഷണൽ ഹൈവേനെ കുറിച്ച് പറഞ്ഞു. അതിന്റെ റീൽസിന് മാത്രം ആനുകൂല്യം പറ്റുകയും കക്കാട് ഒരു പാലം തകർന്നു വീണു. അപ്പോൾ അതിന് സംസ്ഥാന സർക്കാരിന് ഒരു ഉത്തരവാദിത്വം ഇല്ല എന്നുള്ള രൂപത്തിലാണ് മന്ത്രി പ്രതികരിച്ചത്. ഇപ്പോൾ റോഡ് പൊളിഞ്ഞു ചാടി. അപ്പോഴും അത് കേന്ദ്ര ഗവൺമെന്റിന്റെ വീഴ്ചയായിട്ടാണ് കാണിക്കുന്നത്. ദേശീയപാത അതോറിറ്റിയാണ് നിർമ്മാണം. ഒരുപാട് ആനുകൂല്യങ്ങൾക്ക് ഉമ്മൻചാണ്ടി സർക്കാരായാലും UDF സർക്കാരായാലും പെൻഷനുകളും എല്ലാം മാറ്റിവെച്ച് ഒരു വാർദ്ധക്യ പെൻഷന്റെ കാര്യം മാത്രം പറഞ്ഞിട്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. അടുത്തത് മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കിഫ്ബിയുടെ ഫണ്ട് മേടിച്ചത് മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായിട്ടുള്ള PK ബഷീർ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലാണ്. ഏറനാട് മണ്ഡലത്തിലാണ്. സ്കൂളുകളുടെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾക്കായിട്ട് ഫണ്ട് ലഭിച്ചിട്ടുണ്ട്. ചോദ്യതാണ് കിഫ്ബി പോലുള്ള വികസന പ്രവർത്തനങ്ങൾ, അതായത് NDA നടത്തിയിട്ടുള്ള കേരളത്തോട് GST വിഹിതം വെട്ടിക്കുറച്ചപ്പോൾ നമ്മൾ ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കിഫ്ബി പോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഫണ്ട് റൈസ് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെ എതിർക്കുകയും എന്നാൽ അതിന് കൂടെ നിന്നുകൊണ്ട്
അതിൻ്റെ ആനുകൂല്യം പറ്റിയിട്ട് തീർച്ചയായിട്ടും നമ്മളെ വിമർശിക്കുന്ന ഈ സമീപനത്തോടുള്ള മറുപടി എന്താണ്? ഈ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭരണകാലത്ത് ഏതൊരു പാവപ്പെട്ടവന് ഒരു ആശുപത്രിയിലേക്ക് ഒരു ചികിത്സ ആവശ്യാർത്ഥം പോയിട്ടുണ്ടെങ്കിൽ ആ ആളുകൾക്ക് അവിടെ ഒരു ചികിത്സ, ഒരു ഇൻഷുറൻസ് പരിരക്ഷ കിട്ടിയിരുന്നു. ഇന്ന് എല്ലാ ആശുപത്രികളിലും റിസപ്ഷൻ ഭാഗത്ത് തന്നെ വലിയൊരു ബോർഡ് തന്നെ വെച്ചിട്ടുണ്ട്, ഈ ആശുപത്രിയിൽ ഇൻഷുറൻസ് സേവനം ലഭ്യമാകുന്നതല്ല. എന്താണ് ഈ സർക്കാരിൻ്റെ കാലത്തുള്ളത്? വികസനം, ക്ഷേമം, അത് തന്നെയാണ് എല്ലാവരും ഊന്നി നിൽക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൻ്റെ കാലത്ത് ജനസമ്പർക്ക പരിപാടി, അതിൻ്റെ ഭാഗമായി പാവപ്പെട്ട നീറ്റ് നടക്കാൻ പറ്റാത്ത വൃദ്ധരായിട്ടുള്ള സ്ത്രീകളടക്കമുള്ള പാവപ്പെട്ട ആളുകളെ ആ ഒരു വേദിയിലേക്ക് കൊണ്ടു നിർത്തുകയും അത് ഫോട്ടോഷൂട്ട് നടത്തുകയും ഈ കേരളത്തിന് മുന്നിലേക്ക് അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഏത് ആത്മാഭിമാന ബോധമാണ് നിങ്ങളുടെ UDF-ൻ്റെ ഭരണകാലത്ത് സംരക്ഷിക്കപ്പെട്ടത്? മറ്റൊന്ന് ചോദിക്കാനുള്ളത്, ജമാഅത്ത് ഇസ്ലാമിയുടെ കൂടെ കൂടുമ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയ നിലപാട് എന്താണ്? ഇത് മതനിരപേക്ഷതയുടെ നാടായി നിലനിൽക്കണോ? ഇതൊരു വർഗീയപരമായി നിലനിൽക്കണോ? ഏത് നിലക്ക് ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകണം? സലാം, അതായത് രണ്ട് കാര്യങ്ങൾ, ഒന്ന് ജമാഅത്തെ ഇസ്ലാമി, രണ്ട് കിഫ്ബി. 2011 കുറ്റിപ്പുറത്ത് ശ്രീ KT ജലീൽ മത്സരിച്ചപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ കുറ്റിപ്പുറത്ത് വന്ന് പ്രചരണം നടത്തിയതിൻ്റെ ആ നേതാക്കന്മാർ ഇപ്പോഴും ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. നോക്കൂ, ജമാഅത്തെ ഇസ്ലാമിക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഒരു വിസിബിലിറ്റി കൊടുത്ത പാർട്ടിയുടെ പേര് CPM എന്നാണ്. ജമാഅത്തെ ഇസ്ലാമി അന്നത്തേതിനേക്കാൾ ഒരുപക്ഷെ ഇന്നത്തേതിനേക്കാൾ ഒട്ടും എന്താ പറയുക മതേതരത്വം കൂടിയൊരു സംഘം അന്നായിട്ടില്ല. ഇന്നോ VD സതീശൻ അവര് പറയുന്നുണ്ടല്ലോ, ഞാൻ ചോദിക്കട്ടെ, അവര് പറയുന്നുണ്ട്, അവര് പറയുന്നതല്ലേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അവർ പറയുന്നത് മതരാഷ്ട്രവാദം അവർ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു മതരാഷ്ട്രവാദം ഞാൻ കേട്ടിട്ടില്ല. ഇല്ല, ഉപേക്ഷിച്ചിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം എന്നവർ പറയുന്നുണ്ട്. അല്ല, അവർ പറയുന്നുണ്ട്, RSS പറയുന്നില്ല. അദ്ദേഹം ഇന്ത്യയെ BJP കാണുന്നത് മറ്റൊരു വലിയ തലത്തിലാണ്. അങ്ങനെ വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അനിൽ BJP കാരനാ പറയുന്നത് അല്ലേ? ജമാഅത്തെ ഇസ്ലാമിയോ വെൽഫെയർ? ഇന്ന് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, വഴികാട്ടികൾ നിങ്ങളാണ്. അവര് പറയട്ടെ, നിങ്ങൾ എന്ത് പരിശോധന നടത്തിയിട്ടാണ് VD സതീശൻ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് VD സതീശൻ പറഞ്ഞത്? എന്ത് പരിശോധനകളുടെയും കൂടിയാലോചനകളുടെ അടിസ്ഥാനത്തിലാണ്? എന്ത് ബോധ്യമാണ്? VD സതീശൻ എന്ന് പറഞ്ഞാൽ വെറുതെ എന്തെങ്കിലും പറയുന്ന ഒരാളല്ല. എന്റെ ചോദ്യത്തിലുള്ളൂ. സലാം വളാഞ്ചേരി, ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് അവർ പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അതിന് നിങ്ങളുടെ ബോധ്യങ്ങളിൽ വന്ന കാര്യങ്ങളൊന്ന് അവതരിപ്പിക്കാമോ? മതരാഷ്ട്രവാദത്തെ കുറിച്ച് അവരുടെ സംസാരങ്ങളോ എഴുത്തുകളോ നമ്മൾ കാണുന്നില്ല. ഇപ്പോ നിങ്ങൾ കാണുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഒരു തെളിവ് പറഞ്ഞു. ഞാൻ ഇവിടെ വെച്ച് അവരെ തള്ളി പറയാം, അവരുടെ വോട്ട് വേണ്ട എന്ന് പറയാം. ആഗോള ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരേ നിലപാടേ ഉള്ളൂ. ആഗോള ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു നിലപാടേ ഉള്ളൂ. BJP കാരന്റെ വാക്ക് അതെടുത്ത് BJP അവര് പറഞ്ഞു കേട്ടില്ലേ? 75 അംഗ കേന്ദ്ര മന്ത്രിസഭയിൽ ഒരൊറ്റ മുസ്ലിം മന്ത്രി പോലും ഇല്ല. എന്നിട്ടാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ എല്ലാവരുടെ ആളുകളാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് VD സതീശൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഒരു വാർത്താ സമ്മേളനത്തിലാണ് പറയുന്നത്. എനിക്ക് VD സതീശന്റെ വാക്കുകളാണ് നിങ്ങളുടെ അതേ സമയത്ത് വലിയ ഡിബേറ്റ് വന്നപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ മുൻ അമീർ വളരെ ശക്തമായി അവരുടെ വേദിയിൽ പറഞ്ഞതിന്റെ ദൃശ്യങ്ങളും ശബ്ദവും ശക്തമായി പ്രചരിച്ചു. ഇന്ത്യൻ സാഹചര്യത്തിൽ ഇപ്പോൾ പ്രചരിക്കാൻ നമ്മൾ മതേതരത്വം അടക്കം പറയേണ്ട സാഹചര്യം വരും. ഒന്ന്, MN കാരശ്ശേരി, ഇപ്പൊ UDF-നെ ഏറ്റവും അധികം പിന്തുണയ്ക്കുന്ന MN കാരശ്ശേരി കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ. സുന്നി സംഘടനകൾ പറയുന്നുണ്ടോ? 3 മുജാഹിദീൻ സംഘടനകൾ പറയുന്നുണ്ടോ? CPM-മായി കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഒരു ബന്ധം ഉണ്ടാക്കിയിട്ടില്ല. നമ്മുടെ രാജ്യത്തെ ഒരു മതനിരപേക്ഷ രാഷ്ട്രമായി നിലനിർത്തണം എന്നതാണ് ഇടതുപക്ഷം കാണുന്ന കാഴ്ചപ്പാട്. ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോട് ആവശ്യപ്പെടുന്നതും ഈ നാടിനെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാനല്ല, ഈ നാടിൻ്റെ മതേതര സ്വഭാവം നിലനിർത്തിക്കൊണ്ട് ഈ നാടിനെ ഒരു മതേതര അതോടൊപ്പം തന്നെ ജനാധിപത്യ രാഷ്ട്രമാക്കി നമുക്ക് നിലനിർത്താനാകണം എന്നതാണ് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും ഇപ്പോൾ ഈ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്ന് UDF-മായി മുന്നണി ഉണ്ടാക്കിയിരിക്കുകയാണ്. UDF-ൻ്റെ നേതാക്കൾ, മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായ നേതാക്കൾ ഉൾപ്പെടെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് അതിന് ഉത്തരം നൽകാൻ കഴിയാതെ അഴകുഴമ്പൻ ന്യായീകരണം പറയുന്നത് നമ്മൾ കേട്ടു. ജമാഅത്തെ ഇസ്ലാമിയുമായി ഞങ്ങൾക്ക് മുന്നണി ബന്ധമില്ല, പക്ഷെ എന്തുണ്ട്? നീക്കുപോക്കുണ്ട്. എന്തായാലും മുന്നണിയാണെങ്കിലും നീക്കുപോക്കാണെങ്കിലും വോട്ട് അവരുമായി ചേർന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് എന്ന് ഈ ലീഗിൻ്റെയും UDF-ൻ്റെയും എല്ലാ നേതാക്കൾ പറയുന്നു. അതിനവർ ന്യായീകരണം പറയുന്നത് എന്താണ്?
മതരാഷ്ട്രവാദം ഇപ്പോൾ അവർ അങ്ങനെ അങ്ങോട്ട് ഉയർത്തുന്നില്ല എന്നതാണ്. മതരാഷ്ട്രവാദം അങ്ങനെ അവർ മുന്നോട്ട് വെക്കുന്നില്ല എന്നതാണ്. നോക്കൂ, അവരുടെ ജമായത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ ആശയ സംഹിതകളിൽ നിന്ന് മതരാഷ്ട്രവാദം, ഇസ്ലാമിക രാഷ്ട്രവാദം അവർ ഉപേക്ഷിച്ചിട്ടില്ല. ഇപ്പോഴും അത് അവർ മുറുകെ പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. ആട്ടിൻ തോലിട്ട ചെന്നായിക്കൂട്ടമായി വെൽഫെയർ പാർട്ടിയും ജമായത്തെ ഇസ്ലാമിയും ഈ കേരള സമൂഹത്തിൽ വന്ന് UDF-മായി ചേർന്ന് ഈ നാടിൻ്റെ മതനിരപേക്ഷത തകർക്കുന്നതിന് വേണ്ടിയാണ് അവർ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ആട്ടിൻ തോലിട്ട ചെന്നായിക്കൂട്ടത്തെ തിരിച്ചറിയണമെന്നാണ് പറയാനുള്ളത്. മറ്റൊരു കാര്യം, ഒരു നിമിഷം, UDF-കാർ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്നാണ്. പക്ഷെ ഇതവർക്ക് സമസ്തനെ ബോധ്യപ്പെടുത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അത് മാത്രമല്ല, ആഗോള ജമാഅത്ത് ഇസ്ലാമിയുടെ നയം എന്ന് പറയുന്നത് ലോകത്താകമാനം ഒന്നാണ്. അത് നമുക്ക് ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് മനസ്സിലാക്കും. അതേസമയത്ത് നാട്ടിലെ ഇടതുപക്ഷത്തിൻ്റെ വലിയ മതേതരത്വവാദം ഉണ്ടാവുമെങ്കിലും ഇവിടത്തുള്ള മതങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ച് അവരടി കൂടിക്കാനുള്ള സാഹചര്യം കൂടി ഇടതുപക്ഷം ഉണ്ടാക്കുന്നുണ്ട്. ഇവർ രണ്ട് കൂട്ടരും ഈ കേരളത്തിൽ മതരാഷ്ട്രവാദത്തെ എതിർക്കുകയും മതരാഷ്ട്രവാദത്തെ പുൽകുകയും ചെയ്യാണ്. ഇതിനോട് സൂചിപ്പിക്കാനുള്ളത്, ഇവർക്ക് വോട്ട് കൊടുക്കുന്നത് യക്ഷിക്ക് ചുണ്ണാമ്പ് കൊടുക്കുന്നത് പോലെ ഇവർ ചോര ഊറ്റി കുടിക്കുമെന്നുള്ള യാഥാർത്ഥ്യം ഈ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നതാണ്. ഇവിടെ നിന്ന് വന്ന രണ്ട് വിഷയം. ഇനി അദ്ദേഹം ചോദിച്ചത് കിഫ്ബിയുടെ നിങ്ങൾ ആനുകൂല്യം പറ്റുന്നു, മലപ്പുറത്ത് PK ബഷീർ അടക്കം ഏറ്റവും അടക്കം സ്കൂളുകളും, എന്നിട്ട് കിഫ്ബി എതിർക്കുന്നു. നിങ്ങൾക്ക് ഓർമ്മയില്ലേ നേരത്തെ ഇവിടെ ജനകീയാസൂത്രണം നടപ്പിലാക്കിയത് അല്ലേ? 90,000 കോടിയുടെ പദ്ധതിയാണ് കിഫ്ബിയിലൂടെ കേരളത്തിൽ. ഓർമ്മയുണ്ടോ ജനകീയാസൂത്രണം? അന്ന് കേരളത്തിൻ്റെ ഏറ്റവും പ്രഗത്ഭനായ സാമ്പത്തിക വിദഗ്ധനായിരുന്ന ഡോക്ടർ കുഞ്ഞാമൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗ് ഭരിക്കുന്ന മലപ്പുറം ജില്ലയിലാണ് ഇടതുപക്ഷം കൊണ്ടുവന്ന ജനകീയാസൂത്രണം ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കിയത് എന്നൊരു ഡയലോഗ് അദ്ദേഹത്തിന്. കാരണം ഞാൻ പറയുന്നത്, നാട്ടിൽ കൊണ്ടുവരുന്ന ഒരു വികസന പ്രവർത്തനം അതിൻ്റെ ആനുകൂല്യം നാട്ടുകാർക്ക് വാങ്ങിക്കൊടുക്കുന്നതിൽ നിങ്ങൾ എന്ത് തെറ്റാ കാണുന്നത്? തെറ്റില്ല എന്നാ പറഞ്ഞത്. പകരം കിഫ്ബിയെ നിങ്ങൾ ഇപ്പൊ നോക്ക്, കിഫ്ബിയുമായി ബന്ധപ്പെട്ട ഒരുപാട് അവ്യക്തതകൾ നിലനിൽക്കുകയാണ്. നിങ്ങൾ പിന്തുണയ്ക്കുക. അല്ല, ഞങ്ങൾ അതൊക്കെ നിങ്ങളൊരു താൽക്കാലികമായിട്ട്, ഞാൻ ഏറ്റവും അടുപ്പുള്ള ആളുകൾ അടുത്ത് നിന്നോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ചിലപ്പോൾ മാറി നിന്നതാണ്. അപ്പൊ ഇവര് രണ്ടു ആളും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഇവര് പറഞ്ഞല്ലോ എത്ര തന്ത്രപൂർവ്വം കൂട്ടുകക്ഷി ഭരണം നടത്തുന്ന ലീഗാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2000-2005 കാലയളവിൽ 2 BJP മെമ്പർമാരുടെ പിന്തുണയോടുകൂടെ ഈ പഞ്ചായത്ത് ഭരിച്ച കക്ഷിയുടെ നേതൃത്വമാണ്. നാഗ്പൂരിലും അങ്ങനെ തന്നെയാണ്. നാഗ്പൂരിലും RSS ലീഗും മുസ്ലിം ലീഗും ചേർന്നാണ് ഭരിക്കുന്നത്. അത് കുറ്റിപ്പുറത്തുകാർ മാത്രമല്ല, നാഗ്പൂരിലും അതും കുറ്റിപ്പറാണ്. ഈ പറയുന്നത് അധിക കാലമായിട്ടില്ല. ഈ ആളുകൾ പറയും, ഈ കുറ്റിപ്പുറത്തെ ജനങ്ങൾക്കറിയാം. ഇവര് കുറ്റിപ്പുറത്തുകാരല്ലേ? ദേശീയപാതയും അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയും സംബന്ധിച്ച് ഇടതുപക്ഷ ആരോഗ്യ മേഖലയിൽ സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി ഇടതുപക്ഷം ഓരോ വർഷവും ചെലവഴിച്ച തുക എത്രയാണെന്ന് നിങ്ങൾ അറിയണം. 2021-22 വർഷം ചെലവഴിച്ചത്, ഒരു വർഷം ചെലവഴിച്ചത് 1424 കോടി. 22-23 വർഷം 1478 കോടി. 24-25 വർഷം 1498 കോടി. ഇനി UDF ചെലവഴിച്ചത് 2011-12 വർഷം 139 കോടി. 12-13 181, 13-14 108, 14-15 121. നിങ്ങൾ 100 കോടിയാണ് ആരോഗ്യ മേഖലയിൽ സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി നൽകിയതെങ്കിൽ ഞങ്ങൾ നൽകിയത് 1000 കോടിയിൽ പരം രൂപയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ ദേശീയപാതയുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. ദേശീയപാത വികസനത്തിന് വേണ്ടി ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാന ഗവൺമെന്റിന് സംസ്ഥാന ഖജനാവിൽ നിന്ന് പണം ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ കേരളത്തിൽ മാത്രമാണ്. അത് BJP ഈ കേരളത്തിനോടെടുക്കുന്ന കേരള വിരുദ്ധ സമീപനത്തിന്റെ ഭാഗമായി നമുക്ക് ഏൽക്കേണ്ടി വന്നതാണ് ഒന്നത്. രണ്ടാമത്തെ കാര്യം, UDF-മായി ബന്ധപ്പെട്ട് UDF ഇത് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു പോയ പദ്ധതിയാണ്. ഫയൽ എഴുതി NHIയുടെ ഓഫീസും പൂട്ടിപ്പോയി. ഇനി രണ്ടാമത്തെ ഭാഗം ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ്. ഇതിൻ്റെ സ്ഥലമേറ്റെടുപ്പും മറ്റു കാര്യങ്ങളും എല്ലാം ഈ കേരളത്തിലെ ഗവൺമെൻറ് നടപ്പിലാക്കിയത് കൊണ്ടാണ് നിർമ്മാണം ഈ കേരളത്തിൽ സാധ്യമായത്. ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അവർക്കാണ്, അല്ലാതെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് കേരള എന്നല്ല. അത് BJP-കാരന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ BJP പ്രതിനിധികൾക്ക് മനസ്സിലായിക്കാം. എൻ്റെ ചോദ്യം UDF-ൻ്റെ പ്രതിനിധിയോടാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ഉണ്ടായ സമയത്ത് CMDRF-ലേക്ക് പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട് അതിൽ വിശ്വാസ്യത ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് പണം പിരിച്ചുള്ളത് UDF. ഇപ്പോൾ 2 ദിവസം മുമ്പ് കൈരളി ചാനലിൻ്റെ പ്രതിനിധിയാണെന്ന് തോന്നുന്നു
എത്ര പണം പിരിച്ചു എന്ന് UDF-ന്റെ നേതാവിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഹ എന്ന്. എന്താ കണക്ക് പുറത്തുവിടാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ? UDF-ന്റെ ഗവൺമെന്റിന്റെ ലീഗിന്റെ ആണോ അറിയണ്ടേ, യൂത്ത് കോൺഗ്രസിന്റെ ആണോ രണ്ടിന്റെ അറിയണ്ടേ, കോൺഗ്രസിന്റെ ആണോ? പൈസ തന്ന ആളുകൾക്ക് നല്ല ബോധ്യമുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ അറിയാൻ മറ്റതില്ലാന്നാണോ പറ്റില്ല. അപ്പോ? മറ്റവർക്ക് ഇല്ലാന്നാണോ? കണക്ക് ആളുകൾക്ക് നല്ല ബോധ്യമുണ്ട്. യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസിനും അത് ഇല്ലാന്നാണോ? എങ്ങനെ? അല്ല, യൂത്ത് കോൺഗ്രസിനും പൈസ അല്ല, കൊടുത്തു. ലീഗിന്റെ കണക്ക് എന്നോട് അല്ലാതെ ചോദിച്ചത്. മറ്റതിന് അതത്ര അല്ല, ഇല്ലെന്നാണോ? യൂത്ത് എനിക്കറിയില്ല. ഞാൻ കോൺഗ്രസിന്റെ പ്രതി ഞാൻ എങ്ങനെ മറുപടി പറയാം? യൂത്ത് കോൺഗ്രസിന്റെ കണക്കറിയണേ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന് പിടിക്കേണ്ടി വരും. എന്നോട് താങ്കൾ ലീഗിന്റെ കണക്കാ ചോദിച്ചത്. UDF-ന്റെ അത് പ്രതിനിധിയാണ്. ലീഗിന്റെ നിങ്ങൾ UDF-ന്റെ പ്രതിനിധിയാണല്ലോ. ആരോഗ്യ മേഖലയെ വലിയ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഈ ആരോഗ്യ മേഖലയിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. ഓക്കെ. 70 വയസ്സ് കഴിഞ്ഞ എല്ലാ ആബാലവൃദ്ധം ജനങ്ങൾക്കും ശരി, ഓക്കെ. സൗജന്യ ഇൻഷുറൻസ് പദ്ധതി കേരളത്തിൽ മാത്രമാണ് നടപ്പിലാക്കാത്തത്. ഓക്കെ. കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഒരുപാട് മുന്നേറ്റം നടത്താൻ കഴിയുമായിരുന്നിട്ടും അത് കൃത്യമായിട്ട് നടപ്പിലാക്കാൻ ഒന്ന് കഴിയാത്ത തിരുത്തി പറഞ്ഞു വന്നത്. കേരളത്തിൽ 70 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമല്ല, കേരളത്തിൽ ഈ വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അത് ആയുഷ്മാൻ ഭാരത് അർഹതപ്പെട്ട മുഴുവൻ പദ്ധതിയാണ്. ആളുകൾക്കും രാജ്യത്തെ ചികിത്സ നൽകുന്നുണ്ട്. 80 കോടി ജനങ്ങൾക്ക് 70 വയസ്സിന് നൽകുന്നത്. മുകളിലുള്ളവർക്ക് മാത്രമല്ല. ഇനി രണ്ടാമത്തെ മുണ്ടക്കൈ കാര്യം ചൂരൽമല വയനാടുമായി ബന്ധപ്പെട്ടാണ്. മുണ്ടക്കൈ ചൂരൽമല പ്രിയപ്പെട്ട ഈ കേരള ജനതയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ ലോകത്തെവിടെയെങ്കിലും ഫണ്ട് മുക്കിൽ നമ്മൾ UDF-ന്റെ ലീഗിന്റെ ഒക്കെ ഇഷ്ടം പോലെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് ഇതിനു മുമ്പുണ്ടല്ല കവളപ്പാറ ദുരന്തത്തിന്റെ പേരിൽ പിരിച്ച ഫണ്ട് മുക്കി നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഗുജറാത്ത് ഫണ്ട് മുക്കിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. സുനാമി ഫണ്ട് ലീഗ് മുക്കിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ നോക്ക്, പണം പിരിക്കാൻ ഒരു മൊബൈൽ ആപ്പ്, ആ മൊബൈൽ ആപ്പോടുകൂടി ഫണ്ട് മുക്കിയ ഒരു ചരിത്രം ഈ കേരളത്തിലെ UDF-നും കോൺഗ്രസിനും അല്ലാതെ മറ്റെവിടെയെങ്കിലും ഈ ലോകത്തുണ്ടോ? നിങ്ങൾ നോക്ക്, മൊബൈൽ ആപ്പ് തന്നെ ഇല്ലാതായി. ആപ്പോടുകൂടി പണം മുക്കിയവരാണ് ഈ കേരളത്തിലെ UDF-ഉം കോൺഗ്രസും എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയണം. ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കട്ടില തന്നെ ഇളക്കി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം കൂടി നമ്മുടെ സംസ്ഥാനത്തുണ്ട്. 32 വർഷമായിട്ട് മുസ്ലിം ലീഗ് ഭരിക്കുന്ന UDF ഭരിക്കുന്ന കുറ്റിപ്പുറം പഞ്ചായത്താണിത്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, സിഗ്നല് മുതൽ കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡ് വരെയുള്ള അവസ്ഥ. ഈ ബസ് സ്റ്റാൻഡ് ഇന്ന് പൊളിക്കും നാളെ പൊളിക്കും എന്ന് പറഞ്ഞിട്ട് കുറേ കാലമായി. ഇതിലൂടെ പകൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും മറ്റുള്ള ആളുകൾക്കും നടന്നു പോകാൻ ബുദ്ധിമുട്ടുണ്ട്. ഇവർ നിയമം പാസ്സാക്കും പഞ്ചായത്ത്. ആദ്യം ബസ്സുകാരെ എടുത്തുക, കടകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ, വേസ്റ്റ് വെള്ളം, അതേപോലെ തെരുവ് നായ്ക്കളെ ശല്യം. ഈ ലോറിയുടെ അടിയിൽ നോക്കിയാൽ നമുക്കറിയാം, പകൽ പോണ സ്കൂൾ കുട്ടികളെ വിദ്യാർത്ഥികളുടെ മേലേക്ക് ഒരുപാട് നായ്ക്കൾ ഇവിടെ കടിച്ചു കീറാൻ വരുന്നുണ്ട്. ഇവിടെ ലോറി ഡ്രൈവർമാർ, ബസ് ഡ്രൈവർമാർ എല്ലാവരും കൂടിയിട്ടാണ്. ഞാനും വന്നപ്പോ കണ്ടത് ഒരു ബസ് സ്റ്റാൻഡില് ലോറി ഈ സെന്ററിൽ കൂടെ നോക്കിയാൽ അറിയാം. ഈ സെന്ററിൽ കൂടെ നാഷണൽ ഹൈവേ ആണ്. ആദ്യം ശങ്കിച്ചു. നാഷണൽ ഹൈവേ ആണ് ഈ സെന്ററിൽ കൂടെ പോണത്. കുറ്റിപ്പുറത്തിന് ഒരു വലിയ ഇന്നേ വരെ കുറ്റിപ്പുറം പഞ്ചായത്തിന് ഇതിനുമായി കുറ്റിപ്പുറം സ്റ്റാൻഡ് ഒരു വികസനം കൊണ്ടുവരാൻ. അതേപോലെ KT ജലീൽ സാറ് തദ്ദേശ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഈ കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിലെ ബസ്സിന്റെ തൊഴിലാളികളെ ഒപ്പുശേഖരം നടത്തിയിട്ട് മൂപ്പരെ വീട്ടിൽ പോയിട്ട് നിവേദനം കൊടുത്ത ആളാണ്. റോഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ തിരുവനന്തപുരത്ത് എത്തിയില്ല. അതിന് മുന്നേ അമാന ഹോസ്പിറ്റലിലേക്ക് കറണ്ട് വേണ്ടിയിട്ട് പോസ്റ്റ് അവിടെ സ്ഥാപിച്ച്. ആ പോസ്റ്റ് ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. ആ കാണുന്നു. ശരി, അപ്പൊ പഞ്ചായത്ത് വേണ്ടത് ചെയ്യുന്നില്ല എന്നാണോ? വേണ്ടത് ചെയ്യുന്നില്ല. ലീഗും പഞ്ചായത്തിനെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ ഈ തൊട്ട് മുന്നിൽ കാണുന്ന പഞ്ചായത്തിന്റെ പഴയ ബിൽഡിംഗ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഏത് സമയവും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ്. കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. ഇവിടെ ശ്മശാനം ഉണ്ടാക്കാൻ കേരളത്തിലെ തന്നെ എണ്ണം പറഞ്ഞ ടൗണാണ്. ആ കുറ്റിപ്പുറത്തിൻ്റെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കാനോ, ബസ് സ്റ്റാൻഡ് നവീകരിക്കാനോ, ഒരു പൊതു ശ്മശാനം ഇവിടെ ഉണ്ടാക്കാനോ, കുടിവെള്ളക്ഷാമം പരിഹരിക്കാനോ പൂർണ്ണ പരാജയമാണ് ഇവിടുത്തെ UDF ഭരണസമിതി. ചില വാർത്തകൾ നേരത്തെ കണ്ടു, ഭാരതപ്പുഴയിലേക്ക് നിളയിലേക്ക് വേസ്റ്റ് ഇവിടുത്തെ ചില ഹോട്ടലുകളിലെ കക്കൂസ് മാലിന്യം പോകുന്നത് ഭാരതപ്പുഴയിലേക്കാണ്. ഇവിടുത്തെ ടൗണിൽ എല്ലാ വേസ്റ്റും പോകുന്നത് ഭാരതപ്പുഴയിലേക്കാണ്. ആ ഭാരതപ്പുഴയിലാണ് കുടിവെള്ളത്തിന് വേണ്ടി ഈ പറയുന്ന പുതിയ ജലജീവൻ മിഷന്റെ ഭാഗമായി പഞ്ചായത്ത് കണ്ടെത്തിയ ഭാരതപ്പുഴയിൽ നിന്നാണ് കുടിവെള്ളം ശേഖരിക്കുന്നത്. നമുക്ക് നാങ്ങാട്ടൂർ എന്ന് പറഞ്ഞ പ്രദേശത്ത് കൂനമ്പാടം എന്ന് പറയുന്ന ഒരു കോളനി ഉണ്ട്. 10 വർഷമായി LDF അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുക. വാർഡ് മെമ്പർ എന്താണ് അവിടെ ചെയ്തു കൊടുത്ത്? ഇനി നിങ്ങൾ എന്താണ് ചെയ്യുക? വാർഡ് മെമ്പറാണോ പഞ്ചായത്ത് ആരാ ഭരിക്കുന്നത്? വാർഡ് മെമ്പർ LDF-ന്റെ പ്രതിനിധി റോഡ് വരാം രോഗികളെ അർബാനയിൽ കൊണ്ടുവന്നായിട്ടുള്ള കുറ്റിപ്പുറം പഞ്ചായത്തിലാണോ എല്ലാ ഇരിക്കുന്ന ജനങ്ങൾ കർഷകരാ. ഒരു പന്നി എന്ന ജന്തു എത്ര കർഷകരെ വിളവ് നശിപ്പിച്ചിട്ടുള്ളത്? ഈ കുറ്റിപ്പുറം പഞ്ചായത്ത് എന്ത് നടപടി എടുത്തു? ഈ സർക്കാർ എത്ര പൈസ ഉണ്ടാക്കി? നിങ്ങൾ എന്തെങ്കിലും ഒരു നടപടി ഈ പന്നിക്കെതിരെ, ഈ കർഷകർക്കെതിരെ എന്തെങ്കിലും നിങ്ങൾ അത് ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ടോ?
ബസ് സ്റ്റാൻഡ് വികസനത്തിന് ഈ മുസ്ലിം ലീഗ് നമ്മൾ ഈ ബസ് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത് ഇപ്പോൾ. അതെ, ബസ് സ്റ്റാൻഡ് വികസനത്തിന് മുസ്ലിം ലീഗ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിന്റെ വാർഡാണത്. ഒരു പഞ്ചായത്ത് ഒരു പ്രതിപക്ഷ ദിവസം നേതാവിന് ചെയ്യാൻ പറ്റുമോ? അല്ല, ഒരു ദിവസമെങ്കിലും പഞ്ചായത്തല്ലേ ഞാനാണ് മുമ്പ് ചോദിച്ചത്. ഞാൻ ചോദിച്ച സുഹൃത്തെ, പഞ്ചായത്ത് ഭരണസമിതിയല്ലേ ചെയ്യേണ്ടത്? ഒരു ദിവസമെങ്കിലും ആ പഞ്ചായത്തില് ഒരു ഞാൻ ആദ്യമായിട്ട് ഒരു പഞ്ചായത്തിൽ ഭരിക്കുന്ന പ്രതിപക്ഷ നേതാവാണ്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. പഞ്ചായത്ത് ഭരിക്കുന്നത് പ്രതിപക്ഷ നേതാവല്ല, കേരളം ഭരിക്കുന്ന പ്രതിപക്ഷ നേതാവല്ല. ഈ കുറ്റിപ്പുറം ടൗണ് അടങ്ങുന്ന ഒരു 4 വാർഡോളം വരുന്ന ഒരു സ്ഥലമാണ്. 4 വാർഡ്. അതിലൊരു പ്രദേശം മാത്രമാണ് നിലവിൽ കഴിഞ്ഞ ടൈമിൽ മാത്രം ഇടതുപക്ഷത്തിൻ്റെ ഒരു ജനപ്രതിനിധിയായി വന്നത്. അതും ഈ ടൗൺ ഉൾപ്പെടുന്നതല്ല. എനിക്കൊന്ന് സൂചിപ്പിക്കാനുള്ളത്, ഇവർ കക്ഷിയായിട്ടുള്ള MLA ആബിദ് ഹുസൈൻ തങ്ങൾ തൻ്റെ പ്രാദേശിക ഫണ്ട് ഈ ബസ് സ്റ്റാൻഡിനെ നവീകരിക്കുന്നതിന് വേണ്ടി 1.5 കോടി രൂപ വെച്ചിട്ട് 2 സാമ്പത്തിക വർഷം വരെ കാത്തു നിന്നിട്ട് പോലും ഈ കുറ്റിപ്പുറം പഞ്ചായത്ത് ഭരണസമിതിയെ വിശ്വാസമില്ലാഞ്ഞിട്ട് അദ്ദേഹം മറ്റൊരു പഞ്ചായത്തിലേക്ക് വകമാറ്റി ചെലവഴിക്കാൻ വേണ്ടി കൊണ്ടുപോയ ഒരു ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകളാണ് ഈ പഞ്ചായത്തിലൊരു മെമ്പർ വന്നിട്ട് ഈ ബസ് സ്റ്റാൻഡ് നവീകരിച്ചില്ല എന്ന് പറയുന്നത്. വർഷം 60ഓളമായി കുറ്റിപ്പുറം പഞ്ചായത്ത് ഒരേ മുന്നണി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം MLA 1.5 കോടി രൂപ ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് തന്നിട്ട് അത് വിനിയോഗിക്കാതെ ഈ ഭരണസമിതിയെ വിശ്വാസമില്ലാതെ സ്വന്തം MLA എടുത്തു കൊണ്ടുപോയ നാടാണ് കുറ്റിപ്പുറം. MLAയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം പറഞ്ഞതിൽ എനിക്ക് സന്തോഷം. ഞാൻ പറയുന്നത്, ഏതൊരു MLA, ഞാനും നിങ്ങളും MLA ആയാലും ഒരു കൊല്ലത്തിൽ 5 കോടി ഏത് MLAക്കും കിട്ടും. ആ 5 കോടി ഉമ്മൻചാണ്ടി കൊണ്ടുവന്നൊരു നിയമമാണ്. കുറ്റിപ്പുറം ഭരിക്കുന്നത് ലീഗ് UDF. അവര് കൊടുത്ത MLA കൊടുത്ത ഫണ്ട് MLAക്ക് ഈ പഞ്ചായത്ത് ചെയ്യാത്തത് കൊണ്ട് പിൻവലിക്കേണ്ടി വന്നു. ഇത്ര എടുത്താൽ മതി. കാലമായിട്ട് കുറ്റിപ്പുറം പഞ്ചായത്ത് UDFന്റെ കൈകളിലാണ് എന്നെ ഇടതുപക്ഷ സുഹൃത്തുക്കൾ പറഞ്ഞു. സന്തോഷം. വീണ്ടും UDFനെ ജനങ്ങൾ അധികാരത്തിൽ എത്തുന്നത് അവരിൽ വല്ല നന്മയും കണ്ടതുകൊണ്ടായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും ആ നന്മ അടുത്ത കാലത്തും അടുത്തതും സുനിശ്ചിതമായ UDFന്റെ ഭരണ തുടർച്ച ഉണ്ടാവും. കൂടുതൽ കരുത്തോടെ ഇടതുപക്ഷം രണ്ടാമത് അധികാരത്തിൽ വന്നത് ജനങ്ങളുടെ നന്മ കൊണ്ടാണല്ലോ. അത് അംഗീകരിക്കുന്നുണ്ടോ? കേരളത്തിലെ കാര്യമാണ്. കേരളത്തിലാണ് കുറ്റിപ്പുറം അങ്ങനെ നമുക്ക് നരേന്ദ്രമോദിയുടെ രണ്ടാമത്തെ ഭരണം നിങ്ങൾ പറയേണ്ടി വരും. നരേന്ദ്രമോദി കേന്ദ്രം മുതൽ നിങ്ങൾ പറയേണ്ടി വരും. അല്ല, നിങ്ങൾ പറയുന്നതാണ്. രണ്ടാം ഭരണമല്ല, 3ാം ഭരണമാണ് നരേന്ദ്രമോദി. ഞാൻ ഈ ജനതയെ സാക്ഷി നിർത്തി പറയുന്നു, അടുത്ത ഭരണസമിതിയുടെ ആദ്യത്തെ പ്രൊജക്ട് ഇവിടെ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കലായിരിക്കും. ഒരു മിനിറ്റ് 1920 കോടി രൂപയാണ് നമ്മുടെ നഗരസഭകൾക്കും പഞ്ചായത്തുകൾക്കും കൊടുക്കേണ്ട വിഹിതം പിണറായി ഗവൺമെന്റ് വെട്ടിക്കുറച്ചത്. നോക്കൂ, അത് വികസനങ്ങളൊക്കെ ബാധിക്കും. കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിന് 1 കോടിയിൽ പരം രൂപ അനുവദിച്ച MLA UDFന്റെ MLA ആണ്. അത് സംസ്ഥാന ഗവൺമെന്റ് 1.5 കോടി അനുവദിച്ചു. 2 വർഷം കാത്തിരുന്നിട്ടും ഗ്രാമപഞ്ചായത്തിന് ആ ഫണ്ട് വിനിയോഗിച്ച് ഈ ബസ് സ്റ്റാൻഡ് ഒന്നും നവീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് ഈ നാട്ടുകാരോട് എന്ത് സമാധാനം പറയും? ഇനി അടുത്ത തെരഞ്ഞെടുപ്പിന് നോക്കാന്നാണ് പറയുന്നത്. ഫണ്ട് കിട്ടിയിട്ടും 2 കൊല്ലം കൊണ്ട് ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് വേണ്ട ഒരു കല്ലിടൽ പോലും ഈ നാടിനകത്ത് നടന്നിട്ടില്ല എന്നതാണ് വസ്തുത. നടപ്പിലാക്കാൻ MLAക്കും കഴിഞ്ഞില്ലല്ലോ. സ്വന്തം ഫണ്ട് വിനിയോഗിക്കാൻ സ്വന്തമായൊരു പുഴ ഉണ്ടായിട്ടും, ഭാരതപ്പുഴ ഉണ്ടായിട്ടും ഈ പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ എന്താണ് ഈ പഞ്ചായത്തിലെ ഭരണസമിതിക്ക് കഴിഞ്ഞത്? ഞാൻ ഈ പഞ്ചായത്തിൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ പറയുന്നത്. ഇത് UDFന്റെ ഒരു സമീപനമാണ്. നിങ്ങൾ ഈ ജില്ലയിലെ വികസന പ്രവർത്തനങ്ങളോട് മുസ്ലിം ലീഗ് പ്രത്യേകിച്ചും എടുക്കുന്ന സമീപനത്തെ സംബന്ധിച്ച് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. അത് ജൽജീവൻ മിഷൻ ആയിക്കോട്ടെ, അതോടൊപ്പം തന്നെ ലൈഫ് മിഷൻ പദ്ധതി ആയിക്കൊള്ളട്ടെ, കരിപ്പൂർ എയർപോർട്ടിൻ്റെ അതുമായി ബന്ധപ്പെട്ടാവട്ടെ, ഏത് കാര്യത്തിലും ഈ ജില്ലയുടെ വികസനത്തോട് മുസ്ലിം ലീഗ് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് എടുക്കുന്നത്. മലപ്പുറം ജില്ലാ രൂപീകരണത്തോട് തന്നെ കോൺഗ്രസിന് എതിർപ്പായിരുന്നു. മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരായി സമരം നടത്തിയ പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നാണ്. മലപ്പുറം ജില്ലയുടെ വികസനത്തിന് വേണ്ടി ഈ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് വലിയ തോതിലുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ളൊരു ഗവൺമെൻറ്റാണ്. ഈ 9.5 വർഷക്കാലത്തിനുള്ളിൽ ഏതെല്ലാം മികച്ച പദ്ധതികളാണ് നമുക്ക് ഈ നാടിനകത്ത് നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്? ആ പ്രവർത്തനങ്ങളോടാകെ മുഖം തിരിഞ്ഞു നിൽക്കുകയായിരുന്നു മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗ്. അത് 6 വരി ദേശീയപാതയാണെങ്കിലും
ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയാണെങ്കിലും ലൈഫ് ഭവന പദ്ധതിയാണെങ്കിലും നിങ്ങൾ നോക്കൂ, ലൈഫ് ഭവന പദ്ധതി UDF ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ അത് തകർത്ത് തരിപ്പണമാക്കിയ അനുഭവമല്ലേ നമുക്കുള്ളത്? ഈ മലപ്പുറം ജില്ലയിൽ ലൈഫ് ഭവന പദ്ധതികൾ ഏറ്റവും മികച്ച രീതിയിൽ നടത്തിയ പഞ്ചായത്തുകൾ ഏതാ? അമരമ്പലം പഞ്ചായത്ത് 1000-ലധികം വീടുകൾ നൽകി. ഞാൻ വരുന്നത് പെരിന്തൽമണ്ണയിലെ താഴേക്കോട് പഞ്ചായത്തിൽ നിന്നാണ്. താഴേക്കോട് പഞ്ചായത്ത് ജില്ലയിൽ ഏറ്റവും അധികം വീടുകൾ നിർമ്മിച്ചൊരു പഞ്ചായത്താണ്. 864 വീടുകൾ നിർമ്മിച്ചു. ഞാൻ വരുന്നത് പെരിന്തൽമണ്ണയിൽ നിന്നാണ്. പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ അവിടെ ഭൂമിയും വീടുമില്ലാത്തവർക്ക് ഫ്ലാറ്റ് നിർമ്മിച്ച് 400 കുടുംബങ്ങൾക്കുള്ള ഫ്ലാറ്റ് നിർമ്മിച്ച് നൽകിയ നാടാണ് പെരിന്തൽമണ്ണയിലെ ഇടതുപക്ഷ ഭരണസമിതി നേതൃത്വം നൽകുന്ന നഗരസഭ. ഇങ്ങനെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഏത് പദ്ധതിയാണെങ്കിലും മലപ്പുറം ജില്ലയിൽ വളരെ മികച്ച രീതിയിൽ LDF നടപ്പിലാക്കിയപ്പോൾ അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുകയായിരുന്നു UDF ചെയ്തത് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണിത്. അത് കരിപ്പൂർ എയർപോർട്ടിന്റെ വികസനത്തിനെതിരായി ഇതാ കഴിഞ്ഞ 4 മാസം മുമ്പ് സമരം നടത്തിയത് മുസ്ലിം ലീഗാണ്. +1 സീറ്റിന്റെ ഒരു പ്രശ്നം കഴിഞ്ഞ 2 വർഷമായി മുസ്ലിം ലീഗിനോ KSU പിന്നെ അതേപോലെ തന്നെ കോൺഗ്രസിനോ MSFനോ KSUനോ ഒരു സമരം നടത്തേണ്ടി വന്നിട്ടുണ്ടോ? ഈ മലപ്പുറം ജില്ലയിലെ മലബാർ മേഖലയിലെ +1 സീറ്റിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റിന് സാധിച്ചു. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞത് പ്രകാരം ഏറ്റവും അധികം കിഫ്ബി ഫണ്ടിൽ വിദ്യാലയങ്ങൾക്ക് ഫണ്ട് വാങ്ങിയെടുത്തത് നൽകിയത് UDFന്റെ MLA പ്രതിനിധാനം ചെയ്യുന്ന PK ബഷീറിന്റെ മണ്ഡലത്തിലേക്കാണ് എന്നതുകൂടി നിങ്ങൾ കൂട്ടി വായിക്കും. BJPയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അതിദരിദ്രമില്ലാത്തൊരു നാടായി അടക്കം കേരളം മാറുന്ന ഒരു കാലത്ത് യഥാർത്ഥത്തിൽ നിങ്ങൾ കേരളത്തോട് ചെയ്യുന്നത് എന്താണ്? പിന്നെ എന്ത് വികസനം പറഞ്ഞ് നിങ്ങൾ കൂട്ടി യോജിക്കാനാണ്? ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. ഇപ്പോൾ കേരളത്തിന് അവകാശപ്പെട്ട ഫണ്ടുകൾ പിടിച്ചു വെക്കുക, അതിനെതിരെ ഒരു സംസ്ഥാനത്തിന് സുപ്രീം കോടതിയിലടക്കം കേസ് കൊടുക്കേണ്ടി വരിക. നിങ്ങൾ ചെയ്യുന്ന ഏക ഔദാര്യം എന്താണെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ EDയെ പറഞ്ഞുകൊണ്ട് വിടും, കേന്ദ്ര ഏജൻസികളെ പറഞ്ഞു വിടും. ഇതാണോ ഒരു നാടിനോട് രാജ്യം ഭരിക്കുന്ന പാർട്ടി ചെയ്യേണ്ടത്? നിങ്ങൾക്ക് എങ്ങനെയാണ് ജനങ്ങളോട് വികസനം പറഞ്ഞ് വോട്ട് ചോദിക്കാനാവുക? നിങ്ങൾ പറയുന്നത് എന്താണ്? അഴിമതി നടത്തുന്നവരുടെ ഈടിനെ വിടണം. എവിടെ പിടിച്ചു? എവിടെ തെളിയിച്ചു? ഏത് കോടതി? അതുകൂടി പറയൂ. അന്വേഷണങ്ങൾ പല കാര്യങ്ങളും അന്വേഷണം നടത്തി. ശരിയാണ്. ഒന്നുണ്ട്, കൊടകരയിലെ കുഴൽപ്പണത്തിൽ ED എല്ലാ തരത്തിലും അത്തരം കാര്യങ്ങൾ നോക്കുന്നത്. ED കേന്ദ്രത്തിന്റെ അല്ലേ? ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം മറ്റേ കുറ്റപത്രം പോലീസ് അന്വേഷണത്തിൽ കുറ്റപത്രം കൊടുത്ത് പ്രതികൾ വിചാരണ നേരിടുന്നു. അതിലെ കള്ളപ്പണം, കുഴൽപ്പണം അത് അന്വേഷിക്കാൻ വന്ന ED ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞ് പിന്നോട്ട് പോയത് BJP രാഷ്ട്രീയത്തിന്റെ സ്വാധീനമല്ലാതെ മറ്റെന്താണെന്നാണ് കേരളം ചോദിക്കുന്നത്. പിണറായി വിജയന്റെ മകളുടെ കൊടകരയാണ് ഞാൻ ചോദിച്ചത്. അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ, ഇത്തരം കേസുകളൊക്കെ ശബരിമല വിഷയം, ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ ശ്രദ്ധ തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സൂചിപ്പിക്കാനുള്ള കാര്യം, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുമെങ്കിലും വികസനത്തിന്റെ രാഷ്ട്രീയം പറയുമ്പോൾ മലപ്പുറം ജില്ലയിൽ 100 കോടി രൂപയാണ് റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന് വേണ്ടിയിട്ട് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കൊടുത്തിട്ടുള്ളത്. നമ്മളെ കുറ്റിപ്പുറത്തിനും കൊടുത്തു. പക്ഷെ ആ കുറ്റിപ്പുറത്തേക്ക് പോകാനുള്ള ആ റോഡൊന്ന് നവീകരിക്കാൻ ഇവിടുത്തെ ഭരണസമിതിക്കോ സംസ്ഥാന സർക്കാരിനോ സാധിച്ചിട്ടില്ല. അതേ സമയത്ത് കുറ്റിപ്പുറത്ത് ഒരു ട്രെയിനും നിർത്തുന്നില്ല, അതാണ് പ്രശ്നം. ട്രെയിൻ ഇല്ലാത്ത സ്റ്റേഷന് നവീകരണം എന്തിനാണെന്നാണ്? അല്ല, നിങ്ങൾ ഈ കുറ്റിപ്പുറം സ്റ്റേഷനിൽ ട്രെയിനും നിർത്താത്ത ഒരു സ്റ്റേഷനായിട്ട് കുറ്റിപ്പുറം മാറി എന്നുള്ളതാണ്. ഇവിടെ കാടാമ്പുഴ, ഗുരുവായൂര്, പുത്തൻപള്ളി, തിരുനാവായ ഉൾപ്പെടെ തീർത്ഥാടന മേഖലയിലേക്ക് ഏറ്റവും വന്ന് ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, നാഷണൽ ഹൈവേ സംഗമിക്കുന്ന കുറ്റിപ്പുറത്ത് ദീർഘദൂര യാത്രക്കാർക്ക് ഒരു ട്രെയിനും നിർത്താത്ത ഒരു രാഷ്ട്രീയ പാർട്ടി ലെവലില് കുറ്റിപ്പുറത്തിന് ആവശ്യമായിട്ടുള്ള ട്രെയിനുകളെല്ലാം തന്നെ നിർത്താൻ ആവശ്യമായിട്ടുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നുണ്ട്. അത് നിർത്തുകയും ചെയ്യും. മലപ്പുറം ജില്ലയിൽ ട്രെയിനുകളുടെ എണ്ണം 27. എന്ത് ചെയ്തു നിങ്ങൾ? എനിക്കൊരു കാര്യം പറയാം. കേരളത്തിൽ നടത്തിയിട്ടുള്ള വികസനം എന്ന് പറയുന്നതല്ല, കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള വികസന പദ്ധതികളാണ്. അത് ഹൈവേ ആണെങ്കിലും റെയിൽവേ ആണെങ്കിലും കുടിവെള്ളത്തിന്റെ കാര്യമാണെങ്കിലും. എനിക്കിപ്പോൾ വയസ്സ് 43 ആണ്. ഞാൻ അന്നേ മുതൽ ഈ കുറ്റിപ്പുറം കാണുന്ന ഒരു വികസനം കണ്ടിട്ടില്ല. അതേപോലെ സ്റ്റാൻഡ് ഇരിക്കണം, അതേപോലെ ആ സെറ്റ് ഒന്നും മാറ്റില്ല. തിരൂരൊക്കെ വികസനമുണ്ട്, അതുകൊണ്ട് അവർ ട്രെയിൻ ഇരുത്തുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒന്നും കണ്ടില്ല എന്ന് പറയാൻ പറ്റൂല. പാലങ്ങളൊക്കെ ഉണ്ടായില്ലേ, സുഖമായിട്ട് പോകുമ്പോൾ കുറ്റം പറയുകയും ചെയ്യും. അതാണ് ഒരു വിഷയം. പിന്നെ കേരളത്തിൽ മനസ്സിലായില്ല എനിക്ക്. പാലങ്ങൾ എന്താ? പുതിയ പാലം ഉണ്ടായില്ലേ? ഇപ്പോ മുമ്പ് ഞങ്ങൾ നടന്ന അടങ്ങാൻ എല്ലാവർക്കും അറിയാലോ. ഇവിടുത്തെ പാലമാണ് ഇപ്പൊ കോഴിക്കോട് പോകുന്നില്ല, സുഖമായിട്ട് പോകുന്നില്ല, ഫ്ലൈ ഓവർ കൂടി പോകുന്നില്ല, പിന്നെ ഒരു കുഴപ്പമില്ലല്ലോ. പിന്നെ നമ്മളെ കുറ്റം പറഞ്ഞാലേ പ്രശ്നം. പക്ഷെ മുഖ്യമന്ത്രിനെ കുറ്റം പറയുന്നില്ല. കാരണം വെച്ചാൽ ഇനി വന്നാലേ എനിക്ക് തോന്നുന്നു ബെറ്റർ ആയിരിക്കും
മൂപ്പര് ചേഞ്ചിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പല കാര്യത്തിലും ചേഞ്ചിങ് വരും. മുഖ്യമന്ത്രിയെ കുറിച്ചാണ് പറയുന്നത്. ഇനിയല്ല, മുഖ്യമന്ത്രി ഇനി ബെറ്റർ കൊണ്ടുവരും. ഓബിയസ്ലി കൊണ്ടുവരും. പക്ഷെ കേന്ദ്രത്തിന് നമ്മുടെ കുറ്റം പറയരുത്. കാരണം രണ്ടും എനിക്ക് തോന്നുന്നു നല്ല മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തോട് കേന്ദ്രം കുറെ കൂടി നല്ല മനോഭാവം വേണം എന്നാണോ? ഇതിലും വലിയൊരു അതുണ്ടാവും. ഇതിലും വലിയൊരു തെളിവ് CJP എന്ന് പറയുന്നത് ഇതിലും വലിയൊരു തെളിവ് നാട്ടുകാരുടെ അഭിപ്രായം. സലാമിനെ എനിക്കും കുറ്റം പറയുന്നില്ല. BJP അനുഭാവിയായ ഒരാൾ മുഖ്യമന്ത്രി പിണറായി സുഹൃത്തിനെ BJP അനുഭാവിയാക്കി ലീഗ് നേതാവ് പറഞ്ഞോട്ടെ. ശരി, നമ്മൾ സത്യം പറയാൻ പാടില്ലേ? BJP അനുഭാവിയാണ് സത്യം പറയാൻ പാടില്ലേ? എന്റെ കൂടെ ഇപ്പോഴും ഉണ്ടല്ലോ. പിണറായി വീണ്ടും ഒരിക്കലും സാധാരണക്കാരായ ജനങ്ങളാകെ രാഷ്ട്രീയത്തിന് അതീതമായി പിണറായി വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്ന് ഈ കേരള ജനത മനസ്സിലാക്കേണ്ടതാണ്. നരേന്ദ്രമോദിയുടെ ആരാധകർ കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു എന്നതാണ് ഇതിന്ന് മനസ്സിലാക്കേണ്ടത്. ഞങ്ങൾ പറയാത്ത കുറെ കാര്യങ്ങളുണ്ട് ഇവിടെ. ഒരെണ്ണം പറഞ്ഞു. ഈ കുറ്റിപ്പുറത്തെ ഒരു ബാത്റൂം അവിടെ ഒന്ന് പോയോക്കി, കിടക്കണ കോലം എന്താ? ഇതിന്റെ അപ്പുറത്താത് ഒരു കിണർ കളിച്ചിക്കണ്, പോയോക്കി. ആ വള്ളം എവിടുക്ക പോണ്? അതിന്റെ പൈസ എവിടെ പോയി? ആ കിണർ പറ്റൂലത്ര. ഇതിന്റെ ആധാരം എവിടെ? ഈ സ്റ്റാൻഡിന്റെ ആധാരം എന്നോടാണോ ചോദിക്കുന്നത്? എവിടെ? ഞാൻ തരണോ ഇപ്പോ? എവിടെ ഇതിന്റെ ആധാരം? ടൗണിന്റെ ആധാരം എവിടെ? അതായത് പഞ്ചായത്ത് സമാധാനം പറയണം. നിങ്ങള് ഈ പഞ്ചായത്തിൽ ചോദിച്ചാൽ കിട്ടും. എവിടെ പോയി ആധാരം എന്നുള്ളത് എന്തൊരു ചോദ്യം. എനിക്കറിയില്ല. അത് ആധാരം ഇല്ല ആണോ? എന്താ സംഭവം? എന്താ സംഭവം എന്ന് ചോദിച്ചാല് ഇവരിങ്ങനെ മരണം ഇങ്ങനെ മാറും. ആരാ മാറണ്? 2.5 വർഷം ആരാണ്? കോൺഗ്രസ്. 2 പ്രാവശ്യം ലീഗ്. 6 മാസം കൂടുമ്പോ പ്രസിഡന്റ് മാറണം. 6 മാസം ഒരു പഞ്ചായത്തിൽ. അപ്പൊ എത്ര പ്രസിഡന്റ് ആയി? 5 വർഷം. ഇവിടെ 900 അത്ര 900 പ്രസിഡന്റ്. എത്ര പ്രസിഡന്റുമാരായി പഞ്ചായത്തില്? 4. 5 വർഷം 4 പ്രസിഡന്റ്. 4 ലീഗാണോ? അല്ല, കോൺഗ്രസും. വളരെ അതാണ് ജനാധിപത്യം അല്ലേ? ഇങ്ങനെ ഓരോ വർഷം വളരെ 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 സീരിയസ് ആയി പഞ്ചായത്തുകളിൽ കുറുവാ സംഘമായിട്ടാണ് പ്രവർത്തിക്കുന്നതാണെന്ന് മനസ്സിലായി. കുറുവാ സംഘങ്ങളായിട്ടാണ് പഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്നത്. നേരാക്കേണ്ടതാരാ? ഇത് നേരാക്കേണ്ട ഈ കുറുവാ സംഘത്തിനും എല്ലാ സംഘത്തിനും തുരത്തി ഒരു ചുണ്ണാമ്പ് കൊടുക്കുമ്പോൾ എങ്ങനെ വോട്ട് കുത്തി കൊടുത്താൽ ഇത് മാറൂല. ആരാ കുത്തിന്? ഇതിൽ മാറ്റം. ആരാ കുത്തിന്? നിങ്ങൾ കച്ചവടം ചെയ്യുന്നുണ്ട് ഇവിടെ. ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ നിങ്ങൾ വോട്ട് കച്ചവടം ചെയ്യുന്നുണ്ട്. BJP ല്ലോ കച്ചവടം ചെയ്യുന്നുണ്ടല്ലോ. പാർട്ടിയല്ല, വാങ്ങുന്ന പൈസ ഒക്കെ ഇവിടെ ഓരോ വാർഡിൽ നല്ല പൈസ ഇറങ്ങുന്നുണ്ട്. ഇതിപ്പോ പൈസ ആരും ചോദിക്കണില്ലല്ലോ. എന്തൊക്കെയാ കൊടുക്കണ? ബിരിയാണി, മന്തി, എല്ലാം ഓരോ വാർഡിൽ പേരേല് കുറെ കുട്ടികളെ വിളിക്കുക. എന്നിട്ട് മന്തി, ബിരിയാണി, കുട്ടികൾ കംപ്ലീറ്റ് വോട്ടൊക്കെ കൊടുക്കണെന്ന് പറഞ്ഞാൽ നമുക്കും പോവായിരുന്നു. പിന്നാലെ പോരി കാണിച്ചു തരാന്ന്. BJP എവിടെയൊക്കെ കൊടുക്കുന്നത് കാണിച്ചു തരാ. അപ്പൊ അതുകൊണ്ട് എല്ലാരോടും പറയാം, ഈ പഞ്ചായത്ത് പൊന്നു സ്നേഹിതന്മാരെ ഒന്ന് നന്നാക്കി, അല്ലെങ്കിൽ എല്ലാരും കൂടി കൂടിയിട്ട് സലാം പറഞ്ഞത് ഇതിന്റെ ആധാരം എവിടെ? ഇതിന്റെ ആധാരം എവിടെ? വീണ്ടും അവിടെ എത്തി. ഞാൻ പറഞ്ഞ കേക്ക് ആധാരം ഇല്ലാതെ ഇവിടെ പണി നടക്കൂലല്ലോ. അത് സമ്മതിച്ചെന്ന് അദ്ദേഹം പറഞ്ഞത്. ഇനി അങ്ങോട്ട് നിങ്ങൾ ജയിപ്പിച്ചു വിട്ടാൽ അടുത്ത പഞ്ചായത്ത് എത്ര കൊല്ലായി ഇത്? അല്ല, അടുത്തത് സെറ്റാക്കും. അടുത്ത സെറ്റാക്കുന്നു UDF. വിവരാവകാശം വാങ്ങിയിട്ട് ഇവിടെ മറുപടി ആധാരമില്ല. നേരത്തെ പൈസ കാര്യം പറഞ്ഞത് ഇയാളാണ്. പൈസ കാര്യങ്ങൾ ചെയ്യുന്നത് മൂപ്പരക്കാരൻ തന്നിട്ടുണ്ടാവുക. പൈസ തന്നത് മൂപ്പരാവും. അതുകൊണ്ടാണല്ലോ മൂപ്പരക്കാൾ എത്ര വേജാറ്. ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയമായി കുറ്റിപ്പുറത്ത് മാത്രമല്ല മലപ്പുറത്തും ലീഗ് നയിക്കുന്ന UDF എന്ന് ഞാൻ പറഞ്ഞാൽ ശരി. ജില്ലയിലെ ആകെ 2 MP-മാർ രണ്ടും UDF-ന്റെ കയ്യിലാണ്. 16 MLA-മാരിൽ 13 പേരും UDF ആണ്. 15 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 12 MP ഉണ്ട്. വയനാടും കൂടി ഇതിന്റെ ഭാഗമാണ്. അല്ല, 15 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 12ഉം UDF ആണ്. 12 നഗരസഭകളിൽ 9ഉം UDF ആണ്. 80% ഗ്രാമപഞ്ചായത്തും UDF. എല്ലാ കാലത്തും നിങ്ങൾ ഇതൊക്കെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായിട്ട് വരും. പക്ഷേ ജനങ്ങൾ അവസാനം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വരെ നിങ്ങൾ ഈ വക ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചല്ലേ?
KC വേണുഗോപാലിന്റെ പേര് ഇല്ലാത്ത ആരോപണം, അല്ല, അദ്ദേഹം പെൻഷൻ പറഞ്ഞതാ കേട്ടോ. കൈക്കൂലിയാന്ന്. അദ്ദേഹം പക്ഷെ പറഞ്ഞതാ. ജനങ്ങൾ തള്ളിക്കളഞ്ഞു അത് പ്രതി, വേറെ കാര്യം. പറഞ്ഞത് ജനങ്ങൾ പറഞ്ഞതല്ലേ? തള്ളിക്കളഞ്ഞു. പറഞ്ഞത് പറഞ്ഞതല്ലേ? ഞാൻ പറയുന്നത് ജനങ്ങൾ നിങ്ങളുടെ പിന്നെ ജില്ലയെ കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ. നിങ്ങൾക്കറിയോ എല്ലാ ദിവസവും വാഴെടുത്താൽ മലപ്പുറം ജില്ലയെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു മനുഷ്യൻ്റെ കേരളത്തിൽ, ശുദ്ധ വർഗീയവാദി വെള്ളാപ്പള്ളി നടേശൻ, മുഖ്യമന്ത്രിയുടെ വലതുവശത്തിരുത്തി വെള്ളാപ്പള്ളി നടേശനെ കൊണ്ടു നടക്കുന്നതിൻ്റെ സാങ്കത്യം എന്താണ്? മലപ്പുറം നമ്മുടെ മുഖ്യമന്ത്രിയാണ് ഡൽഹിയിൽ പോയിട്ട് ദേശീയ മാധ്യമത്തിൽ, ഇംഗ്ലീഷ് മാധ്യമത്തിൽ മലപ്പുറം ജില്ല അപകീർത്തിപ്പെടുത്തുന്ന ലേഖനം എഴുതിയത്. ശരി, ഈ നാടിനെ ഒറ്റുകൊടുത്തില്ല നിങ്ങൾ. മലപ്പുറത്ത് ലീഗ് മുന്നോട്ട് വെക്കുന്ന ഈ രാഷ്ട്രീയ വിശദീകരണത്തിന് LDF എങ്ങനെയാണ് ജനങ്ങളുടെ മുമ്പിൽ മറുപടി പറയുന്നത്? പ്രതീക്ഷ എന്താണ് LDFന്റെ മറുപടി? ഈ നാടിന്, ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ നിങ്ങൾ പറഞ്ഞതുപോലെ ഒറ്റുകൊടുത്തത് ഈ നാട്ടിലെ മുസ്ലിം ലീഗാണ്, UDF ആണ്. ഇന്ത്യൻ മതനിരപേക്ഷതയെ ഒറ്റുകൊടുക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്ന മതരാഷ്ട്രവാദികളെയും SDPI എന്ന തീവ്രവാദ സംഘടനയെയും തെരഞ്ഞെടുപ്പിൽ 4 സീറ്റിന് വേണ്ടി കൂടെ കൂട്ടി ഈ നാടിന്റെ മതനിരപേക്ഷതയെ ഒറ്റുകൊടുക്കുകയാണ് ഇവിടെ മുസ്ലിം ലീഗും UDFും ചെയ്യുന്നത്. പ്ലീസ്, അത് ശരിയല്ല. നിങ്ങൾ ദയവായി രണ്ടായി തിരിഞ്ഞിട്ട് നിങ്ങൾ തമ്മിൽ ചർച്ച നടത്തണ്ട. ഇതുവരെ ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവരുത്. നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ ഒറ്റുകൊടുത്ത ഈ രാജ്യത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടി ഈ രാജ്യത്തിന്റെ അതിർത്തികളിൽ ഇന്ത്യൻ സൈന്യത്തിന് നേരെ വെടിവെപ്പ് നടത്തി പോയിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ വിഭാഗമായ SDPI, ആ SDPIയെയും കൂടെ കൂട്ടി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മുസ്ലിം ലീഗാണ് ഈ നാടിന്റെ മതനിരപേക്ഷതയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണേണ്ടത് ഈ കേരളത്തിൽ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം എന്താ? ഈ നാട്ടിൽ കേരളത്തിലെ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം എന്നത് എല്ലാവർക്കും വേണ്ടിയുള്ള മുദ്രാവാക്യമാണ്. അല്ലാതെ UDF ഉയർത്തുന്നത് പോലെ പണമുള്ളവന് വേണ്ടിയുള്ള മുദ്രാവാക്യമല്ല. എല്ലാവർക്കും വീട്, അതിനാണ് ലൈഫ് ഭവന പദ്ധതി. 5.5 ലക്ഷത്തിൽ പരം വീടുകൾ നൽകി. എല്ലാവർക്കും ഭൂമി, 4,12,000 കുടുംബങ്ങൾക്കാണ് ഭൂമി നൽകിയത്. എല്ലാവർക്കും ഇന്റർനെറ്റ്, 10 ലക്ഷം BPL കുടുംബങ്ങൾക്കാണ് സൗജന്യമായി ഇന്റർനെറ്റ് നൽകിയത്. എല്ലാ വീടുകളിലും വൈദ്യുതി. ഈ രാജ്യത്തു തന്നെ സമ്പൂർണ്ണ വൈദ്യുതീകരണം നടപ്പിലാക്കിയ ഒരേ ഒരു സംസ്ഥാനമേ ഉള്ളൂ, അത് ഈ നമ്മുടെ കേരളമാണ്. എല്ലാവർക്കും നല്ല ആരോഗ്യ പരിരക്ഷ ലഭിക്കുന്ന നാടാണ് കേരളം. എല്ലാവർക്കും നല്ല മെച്ചപ്പെട്ട അന്തരീക്ഷത്തിൽ പഠിക്കാനുള്ള വിദ്യാഭ്യാസം നൽകാനുള്ള സൗകര്യം, എല്ലാവർക്കും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ഈ കേരളത്തിലെ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം. എന്നാൽ UDF ചെയ്തത് ലൈഫ് ഭവന പദ്ധതി ഞങ്ങൾ നിർത്തലാക്കുമെന്ന് പ്രഖ്യാപിച്ചു. അതോടൊപ്പം തന്നെ പെൻഷൻ അത് അട്ടിമറിച്ചവരാണ് ഈ കേരളത്തിലെ UDF. വിദ്യാഭ്യാസ മേഖലയെയും ആരോഗ്യ മേഖലയെയും കച്ചവടവൽക്കരിച്ചവരാണ് ഈ കേരളത്തിലെ UDF. അത് ഈ കേരളത്തിലെ ജനങ്ങൾ മറക്കില്ല. ഇടതുപക്ഷ ക്ഷേമ പ്രവർത്തനങ്ങളും ഈ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കും. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് വർഗീയ പ്രചാരണം എന്ന നിലയിൽ മുഖ്യമന്ത്രിയാണ് ഏറ്റവും വലിയ വർഗീയവാദി എന്ന നിലയിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു രാഷ്ട്രീയാക്ഷേപം കൂടിയുണ്ട്. അത് UDF ഇപ്പൊ പറയും. കാരണം എന്താണെന്നറിയോ? ഇന്ന് UDFനെ നയിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ഇന്ന് കേരളത്തിലെ മുസ്ലിം ലീഗിനെ നയിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. വർഗീയവാദികൾക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന സർക്കാർ മുഖ്യമന്ത്രി ഇതാണ്. ഇവിടെ പറഞ്ഞു വന്നത് അതായത് ഈ കേരളത്തിലെ മുസ്ലിം ലീഗിന് വന്നിട്ടുള്ള മാറ്റം അത് ഈ നാട് തിരിച്ചറിയുന്നുണ്ട്. ഈ കേരളത്തിലെ മുസ്ലിം ലീഗിന് വന്ന മാറ്റം എന്നത് അത് ജമാഅത്തെ ഇസ്ലാമി എന്ന മതരാഷ്ട്രവാദികളുടെ ആശയമാണ് ഇന്ന് മുസ്ലിം ലീഗിനെ നയിക്കുന്നത്. ആ നയിക്കപ്പെടുന്ന അവരുടെ ആശയം ഇന്ന് ഈ കേരളത്തെ മലീമസമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ തുടർച്ചയിലാണ് ഈ പറയുന്ന എല്ലാ ആരോപണങ്ങളും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ നിന്നാണ് വിട്ടങ്ങൾ ഇന്ത്യ സഖ്യത്തിന്റെ ആളുകളാണെന്നും കൂടി മനസ്സിലാക്കിക്കൊണ്ട് തല്ലോടിക്കോളെ. അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടങ്ങള് തല്ലും കൂടിയിട്ട് ഇരിക്കുമ്പോഴും നാഗ്പൂരിൽ നിങ്ങൾ ഒരുമിച്ചാ ഭരിക്കുന്നത്. അത് പറഞ്ഞോളൂ. നാഗപ്പൂരിൽ ലീഗിന് സംശയമുണ്ടോ? നാഗ്പൂർ നഗരസഭയിൽ RSS മുസ്ലിം ലീഗും സംയുക്തമായല്ലേ ഭരിച്ചത് ഇത്രയും കാലം? നാഗ്പൂർ കോർപ്പറേഷൻ SDPI ജമാഅത്തെ ഇസ്ലാമിനെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഇടതുപക്ഷം ഇതേ സമീപനം സ്വീകരിക്കുന്നുണ്ട്. 24 വാർഡിൽ BJP മത്സരിക്കുകയും ബ്ലോക്കിലും ജില്ലയിലും BJP മത്സരിക്കുമ്പോൾ
വാർഡിലേക്ക് കിട്ടുന്ന വോട്ട് അന്തരമായി ലീഗിലേക്ക് പോവുകയും ബ്ലോക്കിലും ജില്ലയിലേക്കും എത്തുമ്പോൾ നിങ്ങൾക്ക് വോട്ടുണ്ട്, വാർഡിലേക്കുമ്പോൾ അതിന്റെ കണക്ക് UDF-ന്റെ പേറ്റിലേക്ക് എത്തുന്നു. എന്താണ് ഈ രാജ്യത്തെ മലപ്പുറം ജില്ലയിൽ ആയിരക്കണക്കിന് വാർഡുകളിൽ ഭാരതീയ ജനതാ പാർട്ടി മത്സരിക്കുന്നുണ്ട്. അതേ സമയത്ത് ഈ ഭാരതീയ ജനതാ പാർട്ടി മത്സരിക്കുന്നത് ഇത്തരം ജമാഅത്ത് ഇസ്ലാമിയുമായോ SDPയുമായിട്ടോ ഒരു സഖ്യവും ചേരാതെ. അതേ സമയത്ത് ഇടതുപക്ഷം ഈ കേരളത്തിന്റെ വികസനം അത് പുതിയൊരു മാറ്റം ഈ കേരളത്തിൽ കൊണ്ടുവരണം. അത് മാറാത്ത രീതിയിൽ മാറും. ഇടതുപക്ഷത്തിനെതിരായ ലീഗിന്റെ ഈ പ്രചാരണങ്ങൾ മലപ്പുറത്ത് ഏത് നിലയിലേക്ക് BJP കഴിഞ്ഞല്ലോ പറഞ്ഞതുകൊണ്ട് മാത്രം. മുസ്ലിം ലീഗിന് മൃഗീയ ഭൂരിപക്ഷമുണ്ട് പല തെരഞ്ഞെടുപ്പുകളിലും ഈ മലപ്പുറം ജില്ലയിൽ എന്ന അഹന്തയും അഹംഭാവുമാണ് അവരെ നയിക്കുന്നത്. എന്നാൽ ഈ നാടിന്റെ ഒരു വികസനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളിലും ഒരു വാദമുഖവും ഉയർത്താനില്ല. എന്നാൽ പ്രസംഗങ്ങളിൽ നിന്നും അടർത്തിയെടുക്കുന്ന ഭാഗങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഈ നാടിന്റെ ജനതയെ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഒരു സംശയവും നിങ്ങൾക്ക് കാര്യത്തിൽ വേണ്ട. ഇതാണ് മലപ്പുറത്തിന്റെ പടക്കളത്തിലൂടെ നമ്മൾ കാണുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയാവേശം, വികസന വിമർശനങ്ങൾ, ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായി പ്രതിഫലിക്കുന്ന വിധത്തിൽ മുന്നോട്ട് പോകുന്നു. പ്രചാരണത്തിന്റെ അവസാന നാളുകളിലാണ് കുറ്റിപ്പുറത്തു നിന്നും മലപ്പുറത്തിന്റെ തദ്ദേശ രാഷ്ട്രീയം ഇവിടെ പടക്കളം ചർച്ച ചെയ്തത്. താങ്ക്